സുഹൃത്തുക്കളെ, അപ്പോൾ പിൻ ടു പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന സീരീസിലെ ഫസ്റ്റത്തെ ഒരു റണ്ടറിങ് ആണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞത്. ഓക്കെ, ഹലോ നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊരു പുതിയൊരു സീരീസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ സീരീസിൻ്റെ പേര് പിൻ പോർട്ട്ഫോളിയോ എന്നായിരിക്കും. ഒരു പുതിയ പ്ലേലിസ്റ്റ് ആയിട്ടായിരിക്കും ഞാൻ ഇടാം. അപ്പോൾ ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പിൻട്രസ്റ്റിൽ നമ്മൾ കാണുന്ന ഇമേജസ്, ഇവിടെ ഈ കാണുന്ന പോലെ ഇങ്ങനെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരുപാട് ഇമേജസ് നമുക്കിങ്ങനെ കാണാം. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ അത് മോഡൽ ചെയ്യുന്നു, റെൻഡർ ചെയ്യുന്നു. അതായത് നമുക്ക് പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ ഭാഗത്തിന് നമ്മൾ ഷോട്ട് എടുക്കുക. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്കെച്ചപ്പിലായിരിക്കും മോഡൽ ചെയ്യുന്നത്, ഡി ഫയൽ റെൻഡർ ചെയ്യും, എന്നിട്ട് നമ്മൾ പോർട്ട്ഫോളിയോൻ്റെ അഡീഷനായിട്ട് നമുക്കതിനെ മാറ്റി വയ്ക്കും. ഇപ്പോൾ ഞാൻ തുടക്കകാലത്തൊക്കെ എൻ്റെ പോർട്ട്ഫോളിയോ ഞാൻ ഉണ്ടാക്കിയത് ഇങ്ങനെയായിരുന്നു. പിൻട്രസ്റ്റ് കയറി ഓരോ ഇൻസ്പിറേഷൻ എടുക്കുന്നു, അത് മോഡൽ ചെയ്ത് ഞാൻ റെൻഡർ ചെയ്തെടുക്കും. അതാണ് എൻ്റെ പോർട്ട്ഫോളിയോയിലേക്ക് ഞാൻ ഇടും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ബെഡ്റൂം, അപ്പോൾ ഈ ബെഡ്റൂമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ഷോട്ട് എടുക്കാൻ പാകത്തിന് മാത്രം നമ്മൾ മോഡൽ ചെയ്യുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. ഈ ഷോട്ടിൽ എന്തൊക്കെയുണ്ടോ അത് മാത്രം, ആ രീതിയിൽ. അപ്പോൾ ഇതിൽ നോക്കണമെങ്കിൽ ഇപ്പോൾ ഒരു ബെഡ്റൂം, ബാക്കിൽ ഒരു വാൾ പാനലിംഗ് ഉണ്ട്, 2 സൈഡ് ടേബിൾ, ഒരു വാർഡ്രോബ്, പിന്നെ നമ്മൾ കാണുന്നുള്ളൂ. പിന്നെ ലൈറ്റ്സ് എന്തെങ്കിലും. സീലിംഗ് നമുക്ക് വലിയ വിസിബിൾ അല്ല, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നോക്കിയാൽ സീലിംഗ് വിസിബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സീലിങ്ങിൻ്റെ ഈ ഒരു പരിപാടി ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ വിൻഡോൻ്റെ ഇവിടെ നമ്മൾ കർട്ടൻ ഇട്ടങ്ങ് മറിച്ചളയും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ മോഡൽ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഏരിയ ഒരു ഏകദേശം എന്തോരം ഉണ്ടെന്ന് മനസ്സിലൊന്ന് കണക്ക് കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു എന്താ പറയുക, സ്കെച്ചപ്പിലൊരു റെക്റ്റാങ്കിൾ പോലെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുക എന്തോരം വേണമെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 4 മീറ്റർ ബൈ 4 മീറ്ററിൻ്റെ റൂമാണെന്ന് വിചാരിക്കും. ഞാൻ 400 ബൈ 400 സെൻറ്റിമീറ്റർ എൻ്റെ റൂം ഇതാണ്. ഞാനിപ്പോൾ അതിന്നൊരു 20 പുറത്തേക്ക് ഇടാം അല്ലേ, പുറത്തേക്കൊരു 20 ഇട്ടിട്ട് ജസ്റ്റ് ഞാൻ എൻ്റെ വാൾസായിട്ട് ഞാൻ പൊക്കുന്നു ഒരു 3 മീറ്റർ ഹൈറ്റ്. ഓക്കെ, ഇതാണ് എൻ്റെ റൂം ഇരിക്കുന്നത്. എനിക്ക് ഇവിടെ ഒരു വിൻഡോ ഉണ്ട് അല്ലേ, മേജിലവിടെ ഒരു വിൻഡോ ഉണ്ട്. അപ്പോൾ ഞാനതിനെ ഇവിടെ ഒരു ഇങ്ങനെ ഒരു രീതിയിൽ ഞാൻ നേരെ ഹോൾ അടിക്കുക, നേരെ പുറത്തേക്ക് എൻ്റെ വിൻഡോൻ്റെ ഏരിയ. വേറെ ഹോളൊന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, നമുക്കിവിടെ ബെഡ് വരും, ഇവിടെ വാർഡ്രോബ് വരും. ഞാൻ ജസ്റ്റ് ഇവിടെ വാർഡ്രോബ് ഏകദേശം ഇത്രയും ഉണ്ടാവുന്നുള്ളൂ. നമുക്ക് അതിന് മുന്നേ തന്നെ ഇതിനൊന്ന് ഗ്രൂപ്പാക്കി മാറ്റിയേക്കാം. നമുക്ക് ജസ്റ്റ് ഫ്ലോർ വേണ്ട, വാൾ മാത്രം ഞാൻ ജസ്റ്റ് ഗ്രൂപ്പ് ചെയ്യണം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മേക്ക് ഗ്രൂപ്പ്. ഓക്കെ, ഇനി എനിക്ക് ഫ്ലോറും ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക, ഒരു 10 സെൻറ്റിമീറ്റർ താഴേക്ക് ഇടുന്നു. സെലക്ട് ചെയ്യുക, മേക്ക് ഗ്രൂപ്പ്, അതിൻ്റെ അടി. ഇനി വാർഡ്രോബ് എനിക്ക് ഇവിടെ നിന്ന് ലെറ്റ്സേ ഒരു 250, 2.5 മീറ്റർ ഇത്രയും മതി. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ ലെറ്റ്സേ ഒരു 45 ഡെപ്തുള്ള വാർഡ്രോബാണ്. അപ്പോൾ ഒരു 250,45 അതായത് ഫുൾ ഹൈറ്റ് ഉണ്ടത്. ഫുൾ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഈ 3 മീറ്ററിലേക്ക് ഇരിക്കട്ടെ. നമുക്ക് 3 മീറ്ററിൻ്റെ മുകളിലേക്ക് നമുക്ക് സീലിംഗ് അടിക്കാം. ഇതിനെ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് മറ്റേ ഗ്രൂപ്പ് ആക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ഗ്രൂപ്പിൻ്റെ ഷോർട്ട് കട്ട് മാറി കിടക്കുക. ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പ്, മേക്ക് ഗ്രൂപ്പ്, ഞാൻ ആഡ് ഷോർട്ട് കട്ട് ജി അടിക്കുന്നു, പ്ലസ് അടിക്കുന്നു. ഓക്കെ, എനിക്ക് ജി നിൽക്കുക, ഗ്രൂപ്പ് ആക്കാം. അപ്പോൾ അതും റെഡി. ഇതിപ്പോൾ ഇത്തിരി മുകളിലേക്ക് കയറി കിടപ്പുണ്ടെന്നുള്ളേ, ഇല്ല കുഴപ്പമില്ല, കറക്റ്റ് ലെവലാണ്. ഓക്കെ, അപ്പോൾ അത് റെഡി. ഇനി നമുക്ക് എന്താ വേണ്ടേ, അടുത്തായിട്ട് നമുക്ക് ബെഡ് ഉണ്ട്, അതുപോലെ പാനലിംഗ് ഉണ്ട് അല്ലേ. ഇവിടെ പുറകിലെ ഒരു പാനലിംഗ് ഉണ്ട്. ഇവിടെ നിന്ന് അപ്പോൾ ജസ്റ്റ് ഒരു 45 വീതിക്ക് മാറിയിട്ട് 30 സെൻറ്റിമീറ്റർ വല്ല മാറിയിട്ടാണ് ഇത് തുടങ്ങുന്നത്. അതുപോലെ മുകളിൽ നിന്ന് 30 ആണ് വിട്ടിരിക്കുന്നതെന്ന് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. നമ്മൾ സ്കെച്ചപ്പിലേക്ക് പോയിട്ട് ഈ ഒരു ഏരിയനെ ഞാൻ ജസ്റ്റ് റെക്റ്റാങ്കിൾ ഞാൻ വരയ്ക്കുക. അതിനെ ഞാനൊരു 30 അകത്തേക്ക് ഞാൻ ഓഫ്സെറ്റ് ചെയ്യുക, നോക്കുക കേട്ടോ. ഓക്കെ, അത് മതി. ഞാൻ ഇതിനൊന്ന് ഇങ്ങനെ വരച്ച് താഴേക്ക് മുട്ടിക്കുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ ഞാൻ ഇങ്ങോട്ട് മുട്ടിക്കുന്നു. അങ്ങനെയല്ലേ, ഒന്ന് നമുക്കൊന്ന് റീചെക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ മുട്ടിയിട്ടുണ്ടല്ലോ, ഉണ്ട് കണ്ടോ. ഓക്കെ, ഇവിടെ ഒരു കർവ് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണമെങ്കിൽ ഒരു ആർക്ക് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം. ഞാൻ തൽക്കാലം ഇങ്ങനെ ഒന്ന് 25 ഇങ്ങോട്ടും, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 25 എടുക്കുന്നു. ഒന്നിനുമല്ല, എനിക്ക് ആർക്ക് വരയ്ക്കാൻ വേണ്ടിയാണ്. ജസ്റ്റ് ഏതൊക്കെ ആർക്ക് എടുത്തിട്ട് നേരെ ഇവിടെ മുട്ടിക്കുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, നമ്മൾ ആർക്ക് റെഡി. ഈ ആർക്കിനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കേട്ടോ, ഇത് കുറേ സെഗ്മെൻറ്റ്സാണ്.
അങ്ങനെ സ്ട്രൈറ്റ് ലൈൻ കൂടിയത്. അപ്പോൾ ഇതിൻ്റെ കർവേച്ചർ കൂട്ടണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ സെഗ്മെൻറ്റ്സിൽ പോയിട്ട് നമുക്കൊരു 100 എന്നൊക്കെ ടൈപ്പ് കൊടുക്കാം. ഇപ്പോൾ ദൈവം നോക്കിയോ കേട്ടോ, സെഗ്മെൻറ്റ്സ് കൂടി കർവ് ഒന്നുകൂടി സ്മൂത്തായി. ബാക്കി ലൈൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്താൽ ഇതിൻ്റെ പുറത്തുള്ളത് നമുക്ക് വേണ്ട ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു സാധനം മാത്രമായി. ഇതിൽ നമ്മൾ ഇനി എന്താ ഉള്ളത്, നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് ഉണ്ട്. ഇത് ഇവിടെ നിന്ന് ലെറ്റ്സ് ഒരു നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കട്ടെ. മൊത്തം നമുക്ക് എത്രയുണ്ട്, ഇത് ഫുള്ള് നോക്കുകയാണെങ്കിൽ 355 ഉണ്ട്. നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമുക്ക് ബെഡ് കിടക്കാനായിട്ട് എന്തായാലും ഒരു 1.5 മീറ്റർ വേണം. അപ്പോൾ ഞാൻ 75 അങ്ങോട്ടും ഇങ്ങോട്ടൊരു 75 മാറ്റി വയ്ക്കാം. ഓക്കെ, ഇത് ബെഡിൻ്റെ സ്ഥലമാണ്. പിന്നെ നമുക്കുള്ളത് പിന്നെ ഇവിടെ അല്ലേ, നമുക്ക് ബെഡ് കഴിഞ്ഞിട്ട് ഇച്ചിരി നീങ്ങിയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു 15 എല്ലാം വിടാം, 15. എന്നിട്ട് അതിൻ്റെ ഒരു ലെറ്റ്സ് ഒരു 25 മതിയാവൂലേ ഈ കട്ടിങ്? ഓക്കെ, 25 മതിയാവുമെന്ന് വിചാരിക്കാം. 25 ഇനി കൂട്ടണോ? വേണ്ട, 25 മതി. അല്ലെങ്കിൽ ഒരു 30 ഇടാം, 30. അതുപോലെ തന്നെ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ബെഡിൻ്റെ ഇവിടം വരെ. ഇതൊരു 120 ഞാൻ മനസ്സിൽ ഏകദേശം ഞാൻ എടുക്കുവാണ്. അപ്പോൾ എനിക്ക് താഴേന്ന് ഒരു ഗൈഡ് ലൈൻ ഇട്ട് 120 എന്ന് പറഞ്ഞാൽ ഇത്രയും ഉണ്ടാവും. ബാക്കി ഞാൻ ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നു. എനിക്ക് ഇതിന് ഇവിടെയാണ് എനിക്ക് കർവ് വേണ്ടത്. അപ്പോൾ ഞാൻ അവിടെയും ഞാൻ ജസ്റ്റ് ആർക്കൊരു ആർക്ക് വരക്കാൻ വേണ്ടി ഞാനൊരു 30യിൽ നിർത്താം. എന്നിട്ട് എനിക്കിത് ഒരു ആർക്ക് മാക്സിമം ഏറ്റവും ബെസ്റ്റ് ആർക്ക് കിട്ടണം ആ രീതിയിൽ ഇതിനകത്തിരിക്കണ പോലെ. ഓക്കെ, അങ്ങനെ ഇരിക്കട്ടെ. ഇതിൻ്റെയും ഞാൻ സെഗ്മെൻറ്റ്സ് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 100 ആക്കി കൊടുക്കുക. അപ്പം എൻ്റെ കട്ടിങ് വരണത് ഇനി എവിടെയാണ്? ഞാനിപ്പോൾ നമുക്ക് ഈ 120 എന്നുള്ള ഞാൻ ജസ്റ്റ് വിടുവാണ്. ഓക്കെ, ഇപ്പം അതെല്ലാം ആയാലും എനിക്ക് ഈ ലൈൻസ് ഒന്നും ഇനി വേണ്ട. ഓക്കെ, ഇതും വേണ്ട. ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു 1.8 ഒരു പ്ലൈവുഡ് കനത്തിൽ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. ഓക്കെ, നമ്മുടെ ബാക്കിലെ ബോർഡ്. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഇവിടെ കാണുന്ന പോലെ ലൈൻസ് ഇടാറുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, അതും കൂടി ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് വലിക്കാം അല്ലേ. ഇപ്പോൾ ലെറ്റ്സ് ഇവിടെ നിന്നൊരു കർവേച്ചർ കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗം, ഇപ്പോൾ ഒരു 45 ആണെങ്കിൽ അല്ലെങ്കിൽ 40 ആണെങ്കിൽ ഓക്കെ, ഇവിടെ നിന്ന് എടുക്കാം ഈ ഒരു ഭാഗം. ഇതിനായിട്ട് കൂടി ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വെൽഡ് എഡ്ജ് കൊടുക്കുകയാണ്. അപ്പോൾ ഒറ്റ ലൈനായിട്ട് മാറി കേട്ടോ, ഒറ്റ ലൈനായി. ഈ ഒരു ഗ്യാപ്പും ഞാൻ ഈ പറഞ്ഞ പോലെ 1.8 തന്നെ കൊടുക്കുകയാണെങ്കിൽ അത്രയും തന്നെ മതി. പിന്നെ എന്താ, പിന്നെ നമുക്ക് 20 വിട്ടിട്ട് പിന്നെ കുറച്ച് ഗ്യാപ്പുകളുണ്ട്. ഓക്കെ, ഞാനിവിടെ നിന്ന് എന്താ പറയുക, ഈ സെൻറ്ററിൽ പിടിച്ചിട്ട് ഞാനൊരു 20 എന്നടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇപ്പുറത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കുക, 1.8 കൊണ്ടുവന്ന് വയ്ക്കുക. ഇൻറ്റു ഒരു 8 എന്നൊക്കെ അടിക്കും കേട്ടോ. കുറച്ചധികം ലൈൻസ് വന്നു. നമുക്കത് 8 അല്ല, നമുക്കൊരു 20 വേണ്ടി വരും. 20 ആക്കാം. ഓക്കെ, റെഡി ആയില്ലേ? ഇനി ഞാൻ നേരത്തെ ചെയ്തതുപോലെ ഇതിൻ്റെ ഒരു 1.8, ഇവിടെ ഒരു 1.8, പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ തുടങ്ങുമല്ലേ. അതെ, അപ്പോൾ നമുക്ക് ഈ അൾട്ടർനേറ്റ് ആയിട്ട് 1.8 അടിച്ചു കൊടുക്കാം. സെയിം ഡിസൈൻ നമ്മൾ റീക്രിയേറ്റ് ചെയ്യാണ്, മനസ്സിലായില്ലേ? ഇവിടെ 1.8. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്കിലെ ആ ഡിസൈനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ബാക്കിലെ പാനലിങ് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിന് കളർ കൊടുക്കണം. അപ്പം ജസ്റ്റ് ഫുൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വേണ്ട, ഡിലീറ്റ് ചെയ്യുക. ഫുൾ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഗ്രൂപ്പ് ആക്കുക. ഗ്രൂപ്പിനകത്ത് എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടോ, ലൈൻസ് ഉണ്ട്, നേരെ ഡിലീറ്റ്. ഇവിടെയും ഡിലീറ്റ്, ഈ അറ്റത്തും ഡിലീറ്റ് ചെയ്യുക. ബാക്കിൽ പോയിട്ടും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ സാധനം റെഡി. ഇതിനെന്തൊക്കെ കളർ കൊടുക്കും? കളറൊക്കെ നമുക്ക് ലാസ്റ്റ് കൊടുക്കാവുന്നുള്ളൂ. ഇനി നമുക്ക് എന്താ ഉള്ളത്, ഈ റൂമിലുള്ളത് വാർഡ്രോബിൻ്റെ ഷട്ടേഴ്സ് ഉണ്ട്. ഇതിപ്പോൾ 2 ഷട്ടർ ക്ലോസ്ഡും 2 ഗ്ലാസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഓപ്പണിംഗ് ഉണ്ട്. താഴെ ഒരു 5 സെൻറ്റിമീറ്ററെല്ലാം സ്കർട്ടിംഗ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ഇത് 45 അല്ലേ, നമുക്ക് കുറച്ച് ഒരു 2 സെൻറ്റിമീറ്റർ അകത്തേക്ക് കൂടി ഒന്ന് തള്ളി കൊടുക്കാം. ഒരു 2 സെൻറ്റിമീറ്റർ അകത്തേക്ക് പോട്ടെ, നമുക്ക് ഷട്ടറിൻ്റെ ഗ്യാപ്പിന് വേണ്ടി. ഓക്കെ, എന്നിട്ട് ഞാനിതിനിങ്ങനെ ഫുൾ അങ്ങ് സെലക്ട് ചെയ്യാം. ഫുൾ ഇതേ വലിയൊരു ഷട്ടറായിട്ട് ഞാൻ അങ്ങ് അടിച്ച് ഇവിടെ നിന്നിട്ട് ഇതേ ഒരു 2 ആദ്യം എടുക്കുക. ഇതിനെടുക്കുന്ന റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന ഗ്രൂപ്പ് ആക്കുന്നു. എന്നിട്ട് ഞാൻ 2 സെൻറ്റിമീറ്റർ എടുക്കുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു 0.2 ബാക്കിൽ ഗ്യാപ്പ് വിടണം. അതിന് വേണ്ടി അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കേട്ടോ, ഷട്ടറിൻ്റെ ഈ ഒരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ. എന്നിട്ട് ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യണം. എത്ര ആക്കണം? നമുക്കൊരു 5 ആക്കാം. ഈ അറ്റത്തുള്ള ലൈൻ വയ്ക്കുക, ഡിവൈഡ് ബൈ 5 കൊടുക്കുക.
5 ഷട്ടർ വീണു. പക്ഷെ നമുക്ക് അടിയിൽ നിന്ന് ഒരു സ്കർട്ടിങ് ഉള്ളതുകൊണ്ട് താഴെ നിന്നൊരു 5 കൂടി കയറ്റി കൊടുക്കാം. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളതിൽ കണ്ട പോലെ കണ്ട ഒരു ഗ്യാപ്പ് താഴെയുണ്ട്. ഇവിടെ ഈ അറ്റത്തൊരു ചെറിയ ഒരു പ്രശ്നം വരും, അത് നമുക്ക് ഫില്ല് ചെയ്യാവുന്നുള്ളൂ മോഡൽ ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി ഈ പറഞ്ഞ പോലെ ഈ ഷട്ടറുകൾ തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ട് ശരിക്കും, ഒരു 0.2 mm. ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് വെച്ചാൽ ഇവിടെ ഞാനൊരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കും. 0.2, 1.8 റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക, നേരെ ഇവിടെ കൊണ്ടുപോയിട്ട് വയ്ക്കുക. ഫുൾ നേരെ താഴേക്ക് ഇടോ, അങ്ങനെ അടിക്കാവുന്നുള്ളൂ. പക്ഷെ അത് ചെയ്യുന്നതിന് മുന്നേ ഇതിനൊന്ന് എടുക്കുക, കോപ്പി എടുത്തിട്ട് ഈ എല്ലാ ലൈനിലും കൊണ്ടുപോയി വയ്ക്കുക. *4 അടിക്കുക, എല്ലായിടത്തും കറക്റ്റ് വേണ്ടിണ്ടാവും. ഈ എഡ്ജിലും വന്ന് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇവിടെ പോയി ഓക്കെ, ഇതിന് വേണ്ട, അതങ്ങ് കളഞ്ഞേക്കാം. എക്സ്ട്രാ *3 അടിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ അപ്പം ഞാൻ അതിനെ നമ്മൾ നേരെ താഴത്തേക്ക് പുള്ളി ചെയ്യാം. അപ്പോൾ ഒരു ഗ്യാപ്പ് വീഴാൻ വേണ്ടി കണ്ടോ, താഴെ കൊണ്ടുപോകാം. ഇവിടെ വന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി ഫുള്ളായിക്കോളും. ഡബിൾ ക്ലിക്ക്, ഇവിടെയും ഡബിൾ ക്ലിക്ക്, അല്ലേ? നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ താഴെ ഒരു ഫേസ് ഉണ്ടാവും, ജസ്റ്റ് അതൊന്ന് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കുറച്ച് വളഞ്ഞ വഴിയാണെങ്കിലും സംഭവം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്യാപ്പൊക്കെ റെഡി ആയിക്കോളും. ഞാൻ വേറെ മെത്തേഡ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ടൈല് ജനറേറ്റ് ചെയ്യാനായിട്ടൊരു പ്ലഗിൻ ഉണ്ട്, ഫ്ലോർ ജനറേറ്റർ എന്ന് പറഞ്ഞ്. അതെടുത്ത് ഒരിക്കൽ അടിച്ച് കഴിഞ്ഞാൽ ഈ സാധനം വർക്കാവട്ടോ. ഞാൻ ആ മെത്തേഡ് നമുക്ക് വേറൊരു സീരീസിൽ ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ ഓക്കെ കളഞ്ഞു. ഇതിൻ്റെ എല്ലാം, അതായത് ഇതെല്ലാം ഇൻഡിവിജ്വലാണ്. അതിന് വേണ്ടി എനിക്ക് സെലക്ട് ചെയ്ത് വേണമെങ്കിൽ എല്ലാത്തിനെയും ഗ്രൂപ്പാക്കി മാറ്റാം. ഓക്കെ, അപ്പം നമ്മളുടെ ഷട്ടർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ 2 ഗ്ലാസ് ഷട്ടറാണ്. അപ്പോൾ നമുക്കത് ചെയ്യാനുണ്ട്. ഈ ഒരു 2 ഗ്ലാസ് ഷട്ടർ ആക്കണം. അപ്പം ജസ്റ്റ് ഇതിനെ ഞാനൊന്ന് ഒരു 3 സെൻറ്റിമീറ്റർ അകത്തേക്ക് ഓഫ്സെറ്റ്, ഇതിനെ ഒരു 3 സെൻറ്റിമീറ്റർ അകത്തേക്ക് ഓഫ്സെറ്റ്, എന്നിട്ട് നേരെ ഇതിനങ്ങ് പുള്ളി ചെയ്ത് കളയാം. അവിടെ ഒരു ഹോള്, ഇവിടെ ഒരു ഹോള്. ഓക്കെ, ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇതിനൊന്ന് ഗ്രൂപ്പ് ആക്കണം. ഇതിനെയും ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ ഒന്ന് ഗ്രൂപ്പ് ആക്കണം, കാരണം എനിക്ക് ഗ്ലാസ് ആഡ് ചെയ്യാൻ വേണ്ടി. ഞാൻ ജസ്റ്റ് ഇവിടെ സെൻറ്റർ പോയിന്റ് പിടിക്കുക, നേരെ ടോപ്പിലേക്ക് ഇവിടെ വയ്ക്കുക, നേരെ ഇങ്ങോട്ട് 0.2 ഇടുക, നേരെ ഫുൾ സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് ആക്കുക. ഇതാണ് നമ്മുടെ ഗ്ലാസ്. അതിനെ നേരെ പിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് കോപ്പി ചെയ്ത് വയ്ക്കുക. കേട്ടോ, നമ്മുടെ ഗ്ലാസ് ഷട്ടറിന് റെഡി. ജസ്റ്റ് കാര്യം ചെയ്യാൻ നോക്കുക, ഞാൻ ഗ്ലാസ് കൊടുത്തേക്കാം. ഇതിന് ഗ്ലാസ് ഇടാം. നമ്മുടെ ചുറ്റുമുള്ളത് മെറ്റലല്ലേ, ഞാൻ ഇത് മെറ്റലും കൊടുക്കും. ഓക്കെ, നമ്മൾ അത് റെഡി. ഇനി എന്താ ഉള്ളത്? ഇനി നമുക്ക് ഉള്ളത് ബെഡ് കൊണ്ടുവരണം, സൈഡ് ടേബിൾ, അതുപോലെ തന്നെ സീലിംഗ് ചെയ്യാം. സീലിംഗ് നമുക്ക് ലാസ്റ്റ് ചെയ്യാം, നമുക്ക് ബെഡ് എടുക്കാം. നമ്മളിവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സൈറ്റാണ് സ്കെച്ചപ്പ് CG ടിപ്സ് എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫർണിച്ചർ ഒക്കെ ഉണ്ട്, ലൈറ്റിങ്, അതുപോലെ മോഡൽസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫുൾ എക്സ്റ്റീരിയർ സീൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഓൾറെഡി. ഇതിനകത്ത് നമുക്കിവിടെ ബെഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ബെഡിനകത്ത് കയറി കഴിഞ്ഞ് ഇങ്ങനെ ചറപറ ബെഡ് കാണാം, കുറേ പേജ് ഉണ്ട്. ഇതിലൊരു പേജിൽ നമുക്ക് ഈ ഒരു ബെഡ് കിട്ടും. 14250 അതിൻ്റെ കോഡ് നമ്പർ. ജസ്റ്റ് ഈ ഒരു ലിങ്ക് നിങ്ങൾ കോപ്പി എടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ഗോ ടു ലിങ്ക് അടിച്ചാലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സൈറ്റ് വരും, ഡൗൺലോഡ് അടിക്കുക. ഇപ്പോൾ ഒരു ഗൂഗിൾ ഡ്രൈവ് അല്ലെങ്കിൽ വൺ ഡ്രൈവ് ആയിരിക്കും അത്. ഡൗൺലോഡ് ചെയ്യാൻ കൊടുക്കുക. ഇതിലൂടെ ഡൗൺലോഡ് എനിവേ എന്ന് കാണിക്കും. അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫയൽ ഡൗൺലോഡ് ആയി കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു ബെഡ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ നമുക്കിവിടെ ഈ ഒരു ബ്ലാക്ക് പാനലൊക്കെ കണ്ടില്ലേ, ആ ഒരു സെയിം ഡിസൈൻ ഇതിനും വരുന്നുണ്ട്. കണ്ടില്ലേ, ഒറ്റയടിക്ക് കിട്ടിയത്. പിന്നെ കുറച്ച് കളിപ്പാടങ്ങളൊക്കെ ഉണ്ട്, സൈഡ് ടേബിളും ഉണ്ട്. ഇതാണ് ആ ഒരു ബെഡ്, നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ. എനിക്ക് ലൈറ്റ് ഒന്നും ആവശ്യമില്ല, അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് ടിൽറ്റ് ചെയ്യാം. ലൈറ്റ് ഒരു ലൈറ്റ് കിടപ്പുണ്ടല്ലേ, അത് ഈ ഒരു ലൈറ്റ് തന്നെ. എനിക്കൊന്ന് സെയിം മോഡൽ തന്നെയാണോ? ഏകദേശം സെയിം മോഡലാണ് അല്ലേ? ഇതല്ല, സോറി, ഇവിടെ ലൈറ്റ് ഇല്ലല്ലോ. ഇല്ല. ഓക്കെ, നമുക്ക് ലൈറ്റിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ബെഡ് എടുക്കാം, Ctrl+C അടിച്ച് കോപ്പി ചെയ്യുക, നമ്മൾ മോഡലിലേക്ക് വരാം. ഇവിടെ വന്നിട്ട് Ctrl+V അടിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇതിലേക്ക് ഇമ്പോർട്ട് ആവും. അതായത് ജസ്റ്റ് അവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ വയ്ക്കുന്ന വരെ പോലെ ആയോ? ഉണ്ടോ, ഓൾമോസ്റ്റ് ഓക്കെ അല്ലേ? നമുക്ക് ഈ 2 സൈഡ് ടേബിളാണുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ സൈസും വലിയ പ്രശ്നമില്ല. ഞാൻ ജസ്റ്റ് ആ ബെഡിനെ ഒന്ന് മൂവ് ഒക്കെ ചെയ്ത് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് വെക്കാം. നമ്മളുടെ ഈ
ലൈൻസിൻ്റെ എൻഡിൽ നമ്മൾ ഈ ബെഡിൻ്റെ എൻഡ് നിൽക്കണ പോലെ തന്നെ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഒരു സൈഡ് ടേബിളും കൂടെ നമുക്ക് ഇവിടെ നിന്ന് അടിച്ച് മാറ്റണം. എടുക്കുക. പീക്കാച്ചു ഒക്കെ ഇരിപ്പുണ്ട്. പീക്കാച്ചു നമുക്ക് വേണ്ട. ഡിലീറ്റ്. അയ്യോ, പീക്കാച്ചു മുഴുവനായിട്ട് പോയില്ല. നേരെ ഇങ്ങനെ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ വേറെ കമ്പൗണ്ടായി കിടക്കുക. നമുക്ക് കാര്യം ചെയ്യാം, ഇത് അങ്ങ് ആദ്യം ഡിലീറ്റ് ചെയ്യുക. പിന്നെ ഇത് എല്ലാം കളയാം. സ്വിച്ച് ബോർഡ് അടക്കം ഫ്രീയാ. അല്ല വേണമെങ്കിൽ വരട്ടെ, നമുക്ക് നോക്കാം. കോപ്പി ചെയ്യുക, നേരെ ഇതിലേക്ക് വരാം, പേസ്റ്റ് ചെയ്യാനുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷേ ജസ്റ്റ് Ctrl+C Ctrl+V അടിച്ച് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാം. അങ്ങോട്ടോ ടേബിൾ ഇവിടെ എത്തി. ഇവിടെ പോയി. ഓക്കെ, ഇവിടെ ഉണ്ട്. അയ്യോ, ഞാൻ അറിയാണ്ട് എൻ്റർ അടിച്ചു പോയി. ഒന്നും കൂടി കോപ്പി, ഇവിടെ കൊണ്ടുവരാം, പേസ്റ്റ്. എടുക്കും ലോഡ് ചെയ്യാൻ എപ്പോഴും. വലിയ വലിയ ഡീറ്റെയിൽഡ് മോഡലാണെങ്കിൽ ഒരുപാട് സമയം ഒക്കെ കാണിക്കാറുണ്ട് സ്കെച്ചപ്പിൽ. ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഒന്ന് വെച്ചിട്ടൊന്ന് മൂവ് ചെയ്ത് റീഅറേഞ്ച് ചെയ്താൽ കൊടുക്കും. ഇത് ഞാനിങ്ങനെ ചേർത്തങ്ങ് വെക്കാം. ഓക്കെ, എനിക്ക് സൈഡ് ടേബിൾ മാത്രം ഒന്ന് ആവശ്യമുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നേരെ അപ്പുറത്തേക്ക് കോപ്പി ചെയ്തിടണമല്ലോ, അപ്പുറത്തെ സൈഡിലേക്ക്. സൈഡ് ടേബിൾ മാത്രം ഞാനൊന്ന് ഗ്രൂപ്പ് ആക്കിയാണ്. എന്നിട്ട് കോപ്പി എടുക്കുക, നേരെ പേസ്റ്റ്. അപ്പോൾ നമുക്കതിനെയും കിട്ടി. നേരെ ഇപ്പുറം കൊണ്ടുവന്നു. ഇതിൻ്റെ മുകളിലുള്ള സാമഗ്രികളൊക്കെ നമുക്ക് D5-ൽ തന്നെ സെറ്റ് ചെയ്യാവുന്നുള്ളൂ. ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ ഇപ്പുറത്താണ് ഈ ഒരു ചെടി ഇരിക്കുന്നത്, അല്ലെ ക്ലാസ്സിനകത്ത്. നമുക്ക് നേരെ അതിനെ കൊണ്ടുവന്ന് അപ്പുറം വയ്ക്കാം. ഇതിനൊന്നും ആദ്യം ഗ്രൂപ്പ് ആക്കിയിട്ട് കട്ട് ചെയ്യുന്നു. എനിക്കിവിടെ വേണ്ട. അയ്യോ, ചെടി വന്നില്ല. ചേടാ, ഇത് ഗ്രൂപ്പിനകത്ത് ഈ ചെടികളെ കൂടി കയറണം. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഗ്രൂപ്പ് ചെയ്യാം. ഇതിപ്പോൾ ഓക്കെ ആയോ? ഇല്ല, വേറെ എന്തൊക്കെയോ മിസ്സിങ് ഉണ്ട്. കണ്ടോ, ഇങ്ങനെ ഡ്രാഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കിട്ടും. ഗ്രൂപ്പ് ആക്കാം. ഇപ്പം എല്ലാം ഓക്കെ. നേരെ കട്ട് ചെയ്യുന്നു ഞാൻ. ഇവിടെ ഇല്ല എന്നുള്ള രീതിയിൽ. നേരെ ഇപ്പുറത്ത് കൊണ്ട് Ctrl+V അടിച്ച് കഴിഞ്ഞാൽ നേരെ ഇവിടെ കൊണ്ടുവന്ന് നോക്കിയാൽ അവിടെ നിന്ന് പോയി എനിക്ക് ഇവിടത്തേക്ക് കിട്ടി. മനസ്സിലായില്ലേ? മൂവ് ചെയ്തൊക്കെ പരിപാടി തന്നെ. കേട്ടോ, അപ്പം അങ്ങനെ ആ ഒരു ചെടിയും റെഡി. അല്ല, ഇവിടെ ചെടിയല്ലേ ഉള്ളൂ. അതെ, ഇപ്പുറത്തെ ഒരു ബുക്ക് ചെറിയൊരു സംഭവമൊക്കെ ഇരിപ്പുണ്ട്. റെഡിയാക്കാം. പിന്നെ നമുക്കിത് ഇവിടെ ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റ് നമുക്കത് ഒരു സർക്കിൾ ഒരു ഇതേ ഉള്ളൂ. നമുക്കത് മോഡൽ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മോഡൽ ചെയ്യുവാണ്. ഇതിൻ്റെ ഒരു സെൻറ്റർ കിട്ടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ലൈൻ, റെഫറൻസ് ലൈൻ വരയ്ക്കുന്നു. നേരെ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു. സെൻറ്റർ കിട്ടി. കണ്ടില്ലേ, ഒറ്റയടിക്ക് സെൻറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലൈൻ വെച്ചിട്ട് നമുക്ക് ആ ലൈറ്റ് മോഡൽ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടൊരു വട്ടമുണ്ട്. ജസ്റ്റ് ഇതിനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്റ്സ് സേ ഒരു 1.8 ആകെ മതി തോന്നുന്നു. അപ്പോൾ ഇതിനെങ്ങനെ ഒരു 0.9 മതി. 0.9 ഇങ്ങോട്ടൊരു 1.8 മൊത്തം ആ ഒരു വീതി. ഓക്കെ, നേരെ സെലക്ട് ചെയ്ത് ഇതിനൊന്ന് ക്ലോസ് ചെയ്തൊരു ഇതാക്കാം. അതിന് നമുക്കിങ്ങനെ നേരെ വലിച്ചാണെങ്കിൽ എടുക്കാമല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു സെയിം തിക്നെസ് എന്ന രീതിയിലാണ് എടുക്കാൻ പോണേ. ഓക്കെ, ഇതിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറത്താണ് സർക്കിൾ ഇരിക്കുന്നത്. കണ്ടില്ലേ? ഞാൻ ജസ്റ്റ് ഇതിനൊന്ന് ഗ്രൂപ്പ് ചെയ്തു. എന്നിട്ട് ഇവിടെ നിന്ന് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഏകദേശം ഈ ഒരു ഹൈറ്റ് ലെറ്റ്സ് സേ 35 സെൻറ്റിമീറ്ററിൽ ഞാനൊരു സർക്കിൾ വരയ്ക്കുവാണ്. അല്ലേ? അപ്പോൾ ഈ സർക്കിൾ വരയ്ക്കുമ്പോൾ എനിക്ക് ഈ ലൈൻ ചെറുതായിട്ടൊന്ന് ഇടങ്ങേറാവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ഇത് ചെയ്തിട്ട് സർക്കിൾ ഇതേ ഇങ്ങനെ വരയ്ക്കാം. ഇതിനകത്ത് സെഗ്മെൻ്റ് അടിക്കുമ്പോൾ എനിക്ക് കട്ടായി പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ലെറ്റ്സ് സേ ഒരു 3 സെൻറ്റിമീറ്റർ റേഡിയസിൽ സർക്കിൾ, ഈ ലൈൻ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ഈ സർക്കിളിൻ്റെ സെഗ്മെൻറ്റ്സ് ഇതുപോലെ ഞാനൊരു 100 120 അടിച്ചു കൊടുക്കുക. അപ്പോൾ പ്രോപ്പർ വട്ടം കിട്ടും. അതിനെയും ഈ പറഞ്ഞ പോലെ ഞാനൊരു 1.8 പുള്ളി കൂടിപ്പോയി. 1.8. ഓക്കെ, അത് റെഡി. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഗ്രൂപ്പാക്കുക. ഇത്രയും മട്ടേ ഉള്ളൂ. നമുക്ക് ഇനി ഒന്നിലും വലുതാണെന്ന് തോന്നുന്നു. ഇതിലും വലിപ്പമുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അൺഡു ചെയ്യുക. നമുക്ക് ആ ലൈൻ കിട്ടണവരെ. ഓക്കെ, അപ്പോൾ ഒരു ഇത്രയൊക്കെ വേണ്ടി വരും. അല്ലെങ്കിൽ 6 സെൻറ്റിമീറ്റർ ഒക്കെ എടുക്കാം. സെഗ്മെൻറ്റ്സ് നേരത്തെ പറഞ്ഞ പോലെ നേരെ 720 ഒക്കെ അടിച്ചു കൊടുക്കുക. ഇത് കളയാം, ഡിലീറ്റ്. നേരെ 1.8 സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ആക്കാം. ഓക്കെ, നമ്മുടെ ലൈറ്റ് റെഡി. പക്ഷേ ഇതിനെ ലൈറ്റ് ആക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് ലൈറ്റ് കത്തണുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പിൽ പോയിട്ട്
നമുക്ക് കളർ കൊടുക്കണം. അതായത് ഇതിൻ്റെ ഈ രണ്ട് സൈഡിൽ ഞാൻ ഗോൾഡ് അടിക്കാൻ പോകും. കാരണം എനിക്ക് ഗോൾഡിനെ എമിസീവ് ആയിട്ട് D5ൽ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് കത്തി കിട്ടും. കേട്ടോ, അത്രയേ ഉള്ളൂ പരിപാടി. ബാക്കി നമുക്ക് ബ്ലാക്കിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ബ്ലാക്ക് അടിച്ചു കൊടുക്കുക ബാക്കി ഫേസുകളിൽ. അതുപോലെ തന്നെ നമ്മുടെ ഈ റൗണ്ടിനെ നമുക്ക് ബ്ലാക്ക് ആക്കി കൊടുക്കാം. ഇതാണ് നമ്മുടെ ലൈറ്റ് ഇരിക്കണം. ഓക്കെ, അത് റെഡി ആയല്ലോ. ഇത്ര ഹൈറ്റ് വേണ്ട അല്ലേ? നമുക്ക് ജസ്റ്റ് അതിനൊന്ന് ചെറുതായിട്ടൊന്ന് താത്തി കൊടുക്കുക. അങ്ങനെ അപ്പോൾ നമ്മുടെ ലൈറ്റും റെഡി. നമ്മുടെ ബെഡ്റൂം ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു കാർപ്പറ്റ് വരാനുണ്ട്. ഇവിടെ കാർപ്പറ്റ് ഉണ്ടായിരുന്നല്ലോ, ഉണ്ട്. കണ്ടോ ഈ കാർപ്പറ്റ്. അതുപോലെ തന്നെ കുറച്ച് കളിപ്പാട്ടങ്ങളെയൊക്കെ നമുക്ക് അടിച്ചു മാറ്റി അങ്ങോട്ട് കൊണ്ടുവരാം. ഞാനൊന്ന് കോപ്പി നേരെ എടുക്കുക, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ്, Ctrl+V. നേരെ ഇവിടെ കൊണ്ടുവന്നത് ഇത് ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. ഓക്കെ, നമ്മുടെ കാർപ്പറ്റും എത്തിയിട്ടുണ്ട്. കഴിഞ്ഞില്ലേ? ഏതാണ്ട് ഈ ഒരു സാധനം മോഡൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് പിന്നെ ഈ വാർഡ്രോബിൻ്റെ അകത്ത് ഒരു പരിപാടിയുണ്ട്. ഈ ഏരിയയിൽ നമുക്ക് ഓപ്പൺ ആണ്. നമുക്ക് അതിനെ ഒന്ന് സെറ്റ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഇതിനൊന്ന് നേരത്തെ ചെയ്ത പോലെ ഞാൻ divide/5 അടിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനകത്ത് ഈ ഒരു രണ്ട് ഏരിയ ഓപ്പൺ ബോക്സ് ആക്കി മാറ്റണം എനിക്ക്. ഞാൻ ജസ്റ്റ് അതിനൊന്ന് അകത്തേക്ക് ഒരു 1.8 അങ്ങനെ ചെയ്യാൻ പറ്റില്ല. താഴെ സ്കർട്ടിങ് ഉണ്ട് ഒരു 5 സെൻറ്റിമീറ്ററിൻ്റെ. ഒരു 5 ഇവിടെ കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒരു 5 സെൻറ്റിമീറ്റർ മുകളിലേക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു 1.8 അടിക്കുക. ഒന്നില്ല, 1.8. ഈ സെയിം പരിപാടി ഇവിടെ 1.8. എന്നിട്ട് ഇതിന് അകത്തേക്ക് കയറ്റി വിടാം. നമുക്ക് ടോട്ടലുള്ളത് 42 ആണ്. 40 കൊടുക്കാം. ഇതിനും ഇതുപോലെ തന്നെ 40 കൊടുക്കാം. അപ്പോൾ അകത്തൊരു ബോക്സ് ആയി. ഇനി തട്ടൊക്കെ വേണമായിരുന്നു നമുക്ക് അല്ലേ? അതിനകത്ത് കുറേ ഇവിടെ റാക്ക് വരുന്നുണ്ട്, പിന്നെ ടോപ്പിൽ റാക്ക് വരുന്നുണ്ട്. ഓക്കെ, ആ രീതിയിൽ. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ചെയ്തു കൊടുക്കാം. ഞാൻ ഇങ്ങനെ ഒരു ഫുൾ എടുക്കുകയാണ്. നമുക്ക് ലെറ്റ്സ് ഇതിനെ ഒന്നും കൂടി ഞാനൊന്ന് ഫുൾ ഗ്രൂപ്പ് ആക്കാം. എന്നിട്ട് ഇതിനകത്തൊരു തട്ട് വരയ്ക്കുക. ഒരു 1.8 പൊക്കി കൊടുക്കുക. 1.8 സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ആക്കുക. നേരെ താഴേക്ക് വയ്ക്കുക. എന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തേ ഈ ഒരു ഹൈറ്റിൽ ഒരെണ്ണം വേണം. പിന്നെ ഷർട്ടൊക്കെ തൂക്കാനായിട്ട് കുറച്ച് ഇവിടെ ഇങ്ങനെ ഒരു ഇടി കൊടുക്കുക. പിന്നെ അതേ കുറച്ച് ഹൈറ്റിൽ ഷർട്ട് തൂക്കാൻ. പിന്നെ ഞാൻ കാണുന്നത് എനിക്കൊന്ന് ടോപ്പിലാന്ന് തോന്നുന്നു. ഇങ്ങനെ ഈ രീതിയിലാണ് ഇരിക്കണേ അതിനകത്ത്. അപ്പം അങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ ജസ്റ്റ് നമ്മുടെ ഫോർ സൈക്ക് ഓഫ് മോഡലിംഗ് ഞാൻ ഇട്ടുവെന്നേ ഉള്ളൂ. ഇനി ഇതിനകത്ത് ലൈറ്റ് വരുന്നുണ്ട്, ഇവിടെ കാണാം. ഇവിടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ലൈറ്റ്സ് കിടപ്പുണ്ട്. ലൈറ്റ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ചെയ്ത അതേ പരിപാടി തന്നെ ഒരു ചെറുതായിട്ട് അതിങ്ങനെ ഒരു ചെറിയൊരു പീസ് അടിച്ചു കൊടുക്കുക. ഒരിത്തിരി ഒരു സെൻറ്റിമീറ്ററൊക്കെ മതി. 1 സെൻറ്റിമീറ്ററിന് കൂടുതലാന്ന് തോന്നുന്നു. ഒരു 0.5 സെൻറ്റിമീറ്ററൊക്കെ മതി. ഇതിന് ഞാൻ എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ ഒരു കളർ കൊടുക്കാം, ഒരു ഓറഞ്ച്. ഓക്കെ, ഞാൻ അതിനൊന്ന് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സെയിം ഇതാണ് നമ്മുടെ ലൈറ്റ് കേട്ടോ. നേരെ മുകളിലേക്ക് എടുക്കുക, അവിടെയും വയ്ക്കാം. വേറെ എവിടെയെങ്കിലും ഉണ്ടോ? നമുക്കിവിടെ തൽക്കാലം ഇവിടെ മതി ഒരു രണ്ട് സ്ഥലത്ത്. വേണമെങ്കിൽ നമുക്കിവിടെ താഴെയും കൊടുക്കാം അല്ലേ? കൊടുത്തേക്കാം. നേരെ താഴേക്ക് കൊണ്ടുവരാം, അവിടെ വയ്ക്കാം. അല്ലേ, ഇപ്പം നമ്മുടെ ലൈറ്റ് റെഡി. നമുക്ക് റെൻഡർ എടുക്കുമ്പോൾ നമുക്കത് കത്തിക്കാവുന്നുള്ളൂ ഇനി. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു കളർ സ്കീം നമുക്ക് ജസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഷട്ടറിൻ്റെ കളർ തന്നെയാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്നത് അല്ലേ? ഷട്ടറിന് ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് റെൻഡർ ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ തൽക്കാലം ഈ കളറാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് എന്താ ഉള്ളത്? വുഡ് ഉണ്ട് പുറകിൽ. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ വുഡിൽ പോയിട്ട് വുഡ് തന്നെ കൊടുക്കാം. ഈ ഒരു ഞാൻ ജസ്റ്റ് ഇതൊന്ന് കൊടുക്കണം, ഒരുപാട് ആവരുത്. ഇത് മാത്രം, ഈ ഒരു ഫേസ് മാത്രമേ ഉള്ളൂ. വുഡ് എടുക്കുക, ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് റെഡി. വേറെ എന്താ ഉള്ളത്? വേറെ നമുക്ക് ഇനി ഇവിടെ ചെയ്യാനുള്ളത് ഇവിടെ വിൻഡോ ആൻഡ് കർട്ടനാണ്. അപ്പോൾ അത് കുറച്ച് പണിയുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇനി ബാക്കി നമുക്കൊന്ന് ചെയ്യാനുള്ളത് എന്തായിരുന്നു? നമ്മുടെ കർട്ടനും അതുപോലെ വിൻഡോസും. അപ്പോൾ ഈ ഒരു വിൻഡോ ഇവിടെ നമ്മൾ വെച്ചിട്ട് നമ്മൾ കർട്ടൻ വെച്ച് അങ്ങ് മറച്ച് കളയണം, വിൻഡോ കാണില്ല. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഷോട്ടിൽ നമുക്ക് വിൻഡോ വിസിബിൾ ആണ്, നമ്മളങ്ങനെയല്ല ഫുൾ കർട്ടനിട്ട് അങ്ങനെ മറച്ച് കളയാം. നമുക്ക് ജസ്റ്റ് ഒരു സാമ്പിൾ വിൻഡോ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ 3D വെയർ ഹൗസിലേക്ക് ഒന്ന് പോവാണ്. എന്നിട്ട് ഞാൻ UPVC വിൻഡോ എന്ന് സെർച്ച് ചെയ്യുക.
അപ്പോൾ നമുക്ക് ഇങ്ങനെ 2-3 കിട്ടും. ജസ്റ്റ് എന്തെങ്കിലും മതി. ഞാൻ കർട്ടനിട്ട് എന്തായാലും കളയാൻ പോവാണ്. അപ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കൊണ്ടുപോയി ഞാൻ വെക്കുവാണ്. ഒരു വിൻഡോ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് ഏതൊരു കോർണറിൽ ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കുക. കുറച്ച് അങ്ങോട്ട് അകത്തേക്ക് വയ്ക്കുക. എന്നിട്ട് ഞാൻ സ്കെയിൽ ചെയ്യാം. നേരെ ഇതിനെ ഫുള്ളങ്ങ് മുട്ടിച്ച് വയ്ക്കുക. എനിക്ക് വിൻഡോ കാണില്ല. എനിക്ക് ജസ്റ്റ് വിൻഡോ വഴി ലൈറ്റ് അകത്തേക്ക് കയറുന്നുള്ള എൻ്റെ ഉദ്ദേശമുള്ളൂ എനിക്ക്. ഓക്കെ, അപ്പോൾ വിൻഡോ ആയി അവിടെ. വേണമെങ്കിൽ നമുക്കിതിനെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെ ഫുൾ ചെറുതാക്കി അതിൽ ഹാഫ് വേഗം വേണമെങ്കിൽ ചെറുതാക്കി വെച്ചിട്ട് ഒരെണ്ണം കൂടി വേണമെങ്കിൽ കോപ്പി എടുത്ത് ഇപ്പുറം വയ്ക്കുക. അപ്പോൾ 2 വിൻഡോ 4 വിൻഡോൻ്റെ ഒരു കണക്ക്. ഓക്കെ, അത് അങ്ങനെ ഇരിക്കട്ടെ തൽക്കാലം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കർട്ടൻ വേണം. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ മറ്റൊരു വെബ്സൈറ്റ് ഉണ്ടല്ലോ, സ്കെച്ചപ്പ് CG ടിപ്സ്, ഇതിനകത്ത് പോവുക. ഇതിനകത്ത് നമുക്ക് താഴെ ഡെക്കറേഷനിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ കർട്ടൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ കർട്ടൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പലതരം കർട്ടൻ, എല്ലാം സ്കെച്ചപ്പ് മോഡലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു മോഡൽ 13009 എന്ന് പേരുള്ള ആ ഒരു കർട്ടനാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്ന പോലെ സെയിം വഴി നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കർട്ടൻ്റെ മോഡൽ കിട്ടും. നേരെ എടുക്കുന്നു, കോപ്പി, Ctrl+C അടിച്ച് കോപ്പി അടിക്കുക, നമ്മുടെ മോഡലിലേക്ക് പോവുക, Ctrl+V അടിക്കുക, നേരെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ആവും. പറഞ്ഞ പോലെ കുറച്ച് ഡീറ്റെയിൽ ആകുമ്പോൾ നമ്മുടെ മോഡൽ ഇമ്പോർട്ട് ആകാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇതൊന്ന് വരണം. ഞാനിപ്പോൾ ശ്രദ്ധിച്ച് ഞാനിതുവരെ ഈ മോഡൽ സേവ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമേ ഒന്ന് സേവ് ചെയ്തിട്ടൊക്കെ വർക്ക് ചെയ്യാൻ എടുക്കും. കാരണം എങ്ങാനും ക്രാഷ് ആയാൽ റിക്കവർ ചെയ്യണമെങ്കിൽ ഒരു സേവ്ഡ് ഫയലെങ്കിലും ഉണ്ടാവണം. ഇങ്ങനെ ഇടയ്ക്ക് കോപ്പി ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ ക്രാഷ് ആകും, കാരണം ഭയങ്കര ഡീറ്റെയിൽഡ് മോഡലാണെങ്കിൽ. ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ സേവ് ചെയ്തേക്കട്ടെ. ഓക്കെ, ഇപ്പോൾ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ കർട്ടൻ ഒന്ന് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നേരെ ഇവിടെ പിടിച്ച് ഇങ്ങനെ നേരെ താഴേക്ക് ഞാൻ കൊണ്ടുവന്ന് വെക്കുവാണ്. നമ്മുടെ കർട്ടൻ വീണിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെ അകത്ത് കയറി പോയിട്ടുണ്ടോ നോക്കുക. അപ്പോൾ ഒരു ഇച്ചിരി ഇങ്ങോട്ട് പുറത്തേക്കൊക്കെ ആക്കി വെക്കാം. നമുക്ക് ഈ ഒരു ഇമേജിൽ പിൻട്രസ്റ്റിൽ ഈ ഒരു ഇമേജിൽ കർട്ടൻ ശരിക്കും സീലിങ്ങിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സീലിംഗ് അടിക്കുമ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഇടാനായിട്ട് നമ്മൾ മറക്കരുത്. ഓക്കെ, സീലിംഗ് അപ്പോൾ സീലിംഗ് ശരിക്കും ഇതിൻ്റെ മുകളിലേക്ക് അടിക്കാനാണ് ഞാൻ എൻ്റെ പ്ലാൻ. അപ്പോൾ ഞാനൊരു 10 സെൻറ്റിമീറ്റർ കൊണ്ട് ഞാൻ കയറ്റി നിർത്തുകയാണ്. എന്നിട്ട് ഇതിനൊന്ന് മൂവ് ചെയ്ത് ഓക്കെ അതിനകത്ത് ഓക്കെ അങ്ങനെ നോട്ടെ. നമുക്ക് എന്തായാലും നമ്മുടെ വ്യൂവിൽ വരാൻ പോകുന്ന ഈ 2 കർട്ടനായിരിക്കും. ഈ ഒരു കർട്ടൻ കാണാനായിട്ട് ചാൻസ് ചിലപ്പോൾ കാണുള്ളൂ. നോക്കാം, കുഴപ്പമില്ല. നമ്മുടെ കർട്ടൻ്റെ പരിപാടി കഴിഞ്ഞു. ഏതാണ്ട് റൂമിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സീലിങ്ങേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് സീലിങ് ഞാനിതുപോലെ ഞാൻ വരച്ചു കൊടുക്കുകയാണ്. നമുക്കൊരു 20 അടിച്ചു കൊടുക്കാം. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു കുഴി ഉണ്ടല്ലോ, ഇതൊന്ന് ചെയ്യാൻ വേണ്ടി. 20 പോരാ, നമുക്ക് ശരിക്കും അതിൽ കൂടുതൽ വേണ്ടി വരും. എന്നാലും നമുക്ക് 20 അല്ല, ഒരു 20 കൊണ്ട് അടിക്കാം. ഇപ്പോൾ 40 ഉണ്ട്. ഇതിന് ഞാൻ ഗ്രൂപ്പ് ആക്കാം, അകത്ത് കയറാം. എന്നിട്ട് ഞാൻ കർട്ടൻ്റെ ഗ്യാപ്പ് എന്ന രീതിക്ക് ഒരു 10 ഗ്യാപ്പ് ഞാൻ കൊടുക്കുന്നു. ഇപ്പം എനിക്ക് കർട്ടൻ 10 പോരാ, നമ്മുടെ വാള് കഴിയണമല്ലോ. വാള് ഇവിടെയാണ് വരുന്നത്. അത് കഴിഞ്ഞ് കർട്ടൻ എവിടെയുണ്ട്, ഇവിടെയുണ്ട്. കർട്ടൻ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി സ്കെയിൽ ചെയ്ത് ചെറുതായിക്കൂടെ. നമുക്ക് ഇത്രയും ഒരു ഗ്യാപ്പ് മതി. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്തിട്ട് ഈ കർട്ടനെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഒന്ന് സ്കെയിൽ ചെയ്ത് ഒന്ന് അമർത്തി കൊടുക്കുക. ഇങ്ങനെ കേട്ടോ, പ്രസ് ചെയ്യണം പോലത്തെ പരിപാടി. അങ്ങനെ ചേർത്ത് വെച്ച്, കാരണം കർട്ടൻ അത്രയും ഭയങ്കരമായിട്ട് സ്പേസ് എടുക്കാൻ പാടില്ലല്ലോ. ഞാനിതിനൊന്ന് അതുപോലെ തന്നെ ഒന്നും കൂടി മൂവ് ചെയ്യാം. ഇവിടെ വന്നിട്ട് ഒന്ന് ഒരു ഇത്രയും കൂടി അടുപ്പിച്ച് ചേർത്ത് വയ്ക്കാം. ഓക്കെ ഓക്കെ പെർഫെക്റ്റായി. ഇവിടെ വേണമെങ്കിൽ അടി ഭയങ്കരമായിട്ട് താഴ്ന്നു പോയിട്ടുണ്ട്. നമുക്കൊന്ന് സ്കെയിൽ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരാം. അപ്പോൾ അതുണ്ട് റെഡി. നമ്മൾ കെ ഞെക്കി കഴിഞ്ഞാൽ കീബോർഡിൽ കെ ഞെക്കി ഇതുപോലെ നമുക്ക് ഹിഡൻ ലൈൻസ് കാണാം. അപ്പോൾ സ്കെയിൽ ചെയ്യാനൊക്കെ നേരത്തെ ചിലപ്പോൾ പിക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മതിലിനകത്തേക്ക് സ്കെയിലിൻ്റെ ആ പോയിന്റ് കിടക്കണമെങ്കിൽ കെ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കൂടി പോയി പിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സീലിംഗ് നമ്മൾ തിരിച്ച് അൺഹൈഡ് ചെയ്യുക. ഇതേപോലെ നമുക്ക് ശരിക്കും ഇനി ഇത്രയും വേണ്ട, ഈ ഗ്യാപ്പ് ശരിക്കും വളരെ കുറവ് മതി. എനിക്ക് തോന്നുന്നു ഇത്രയും ഓക്കെ മതിയാവും. നോക്കട്ടെ, ഓക്കെ റെഡി. പക്ഷേ നമുക്ക് ഇത് ക്ലോസ് ആയി പോകണം, കാരണം ഇതിലിപ്പോൾ ഞാൻ തുറന്നിട്ട് ഞാൻ ലൈറ്റ് അകത്തേക്ക് കയറും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്നൊരു ഹാഫ് വേ എടുത്തിട്ട് നേരെ ക്ലോസ് ചെയ്ത് കളയാം. അതിങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ട് ഇവിടെ നിന്നൊരു നമ്മുടെ വാൾ തിക്നെസ് എത്രയാണോ, വാൾ തിക്നെസ് എത്രയായിരുന്നു, 23 20 എന്തായിരുന്നു, 20 അടിക്കുക. നേരെ ഇതിനെ ക്ലോസ് ചെയ്യുക. കണ്ടില്ലേ, ക്ലോസ് ചെയ്യുക. ഇവിടെയും വേണമെങ്കിൽ ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുക, അത് ക്ലോസ് ചെയ്യുക. ഇവിടെ അതുപോലെ വരച്ചു കൊടുത്ത് അതിങ്ങനെ ക്ലോസ് ചെയ്യുക. കണ്ടോ, നമ്മുടെ കർട്ടൻ്റെ ഗ്യാപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ അത് നേരെ മുകളിലേക്ക് പുള്ളി ചെയ്തിട്ട് അതിപ്പോൾ കർട്ടൻ്റെ ഇടയിൽ കയറി ഇരുന്നോളും. അതാണ് പരിപാടി.
ഓക്കെ, പിന്നെ കർട്ടൻ്റെ ഗ്യാപ്പ് ഉണ്ട് പറഞ്ഞ പോലെ. അങ്ങനെയല്ല, നമുക്ക് ഇവിടെ സ്പേസിൻ്റെ ഒരു ആവശ്യമുണ്ട്. നമുക്കത് ഇങ്ങനെ ഇച്ചിരി കയറ്റിയിടാം, ഒരു 10 വല്ലതും. നേരെ ഓപ്പോസിറ്റ് സൈഡിലും റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഇതങ്ങ് എന്താ പറയുക, ഡിലീറ്റ് ചെയ്ത് കളയുക. ഇത് മാത്രം ഒന്ന് ഒരു 10 വലിക്കുക. ഓക്കെ, കർട്ടൻ മാത്രം കയറുന്നാൽ മതി. നമ്മൾ റൂമിൻ്റെ അകത്ത് നിന്ന് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കണ്ടോ, കർട്ടൻ ഇങ്ങനെ കയറിയിരിക്കുന്ന ആ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാം വിസിബിളായിട്ട്. അത് അത്രേ ഉള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്. ഓക്കെ, അപ്പം ആ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് സീലിംഗ്, ഇനി ഈ ഒരു ഏരിയ നമ്മുടെ സീലിംഗ് വരണേ. ഇപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ ജസ്റ്റ് നമ്മളാ ഒരു ഇതിൽ കാണുന്ന പോലെ ഒരു ലെറ്റ്സ് ഒരു ഒരടി 30 സെൻറ്റിമീറ്റർ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ഒരു കുഴി ഉണ്ട് അല്ലേ. നമുക്ക് ഇങ്ങനെ ഒരു കുഴി അതിൽ കാണുന്നുണ്ട്. നമുക്കിവിടെ AC-യുടെ വെൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു കോവ് സെറ്റിംഗ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ ഒന്നും കൂടെ ഞാൻ ഇങ്ങനെ ഒരു 10 സെൻറ്റിമീറ്റർ ഇങ്ങനെ ഇടുന്നു. ഇവിടെ നിന്നും ഒരു 10 സെൻറ്റിമീറ്റർ അങ്ങോട്ട് ഇടുന്നു. എന്നിട്ട് അകത്തേക്ക് ഞാനൊരു 5 പുഷ് ചെയ്യുക അകത്തേക്ക്. ഇവിടെ ഒരു 5 പുഷ് ചെയ്യുക. എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു സ്പേസിൽ എനിക്ക് ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയാണ്. അത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു സാധനത്തിന് ഇനി ഒന്നും കൂടി സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. ഞാനൊരു ലെറ്റ്സ് ഒരു 2.5 കൂടി 2.5 കറക്റ്റ് സെൻറ്റർ സ്പ്ലിറ്റ് ആവും. അതെ. എന്നിട്ട് ഞാൻ കളർ കൊടുക്കണം. നമുക്ക് കളർ എടുത്തിട്ട്, അതായത് നമ്മൾ ലൈറ്റ് കത്തിക്കാൻ ഞാൻ ഈ കളർ കൊടുക്കണം കേട്ടോ, വല്ലാത്ത ഡാർക്ക് കളേഴ്സ് ഇവിടെ അങ്ങ് അടിക്കുക. അത് നമുക്ക് മൊത്തമായിട്ട് വേണ്ട, നമുക്ക് ഹാഫ് മതി. നമുക്കിത് ഈ ഒരു ഇതിപ്പോൾ ഫുള്ളായിട്ട് വന്നിട്ടില്ല അല്ലേ ഈ ഒരു സ്പേസ്. കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് അടിച്ചാലും കുഴപ്പമില്ല. നമുക്ക് റെൻഡർ ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എന്തായാലും ഇങ്ങനെ ഇരിക്കട്ടെ. അതുപോലെ തന്നെ ഇപ്പുറത്തും ഈ ഒരു കളർ ഇരിക്കട്ടെ. അത് വെച്ചാൽ നമുക്ക് അതിനെ എമിസി ഓൺ ആയി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോവലായിട്ടുള്ളൊരു പ്രതീതി കിട്ടും. അതിന് വേണ്ടി ഇനി നമുക്ക് ഇവിടെ AC വെൻസ് വെക്കാനുണ്ട്. ഞാൻ ജസ്റ്റ് അത് 3D വെയർ ഹൗസിൽ തന്നെ എടുക്കുക. ഇങ്ങനത്തെ ലോക്കൽ സാധനങ്ങളൊക്കെ നമുക്ക് 3D വെയർ ഹൗസിൽ കിട്ടും മിക്കപ്പോഴും. ഈ ഒരു AC വെൻറ്റ് ആദ്യം കാണുന്നത് ഈ ഒരു സാധനമാണ് കുറച്ച് നമുക്ക് വേണ്ടത്. പക്ഷേ നല്ലതുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ലത് കാണുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. വേണ്ട, നമുക്ക് അത് തന്നെ എടുക്കാം. ഒരു AC വെൻറ്റ് അങ്ങനെ എടുക്കുക. യെസ്, ലോഡ് ചെയ്യുക. കൊണ്ടുവന്ന് വെച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. നേരെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. നമ്മുടെ ആവശ്യം പോലെ നേരെ ഇങ്ങനെ എടുത്ത് മൂവ് ചെയ്യുക. ഇവിടെ വയ്ക്കുന്നു, നേരെ അങ്ങോട്ട് മൂവ് ചെയ്യുന്നു. അതിനൊന്ന് പൊക്കി കൊടുക്കണം, കാരണം അതങ്ങനെ ഹാഫ് വേ ആയിട്ടിരിക്കുന്നുണ്ട് കാണുന്നത്. ഇപ്പം എന്നിട്ട് അതിനെ റിപ്പീറ്റ് ചെയ്തിട്ട് നേരെ ഈ ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, നമ്മുടെ AC-യുടെ ആ ഒരു ഗ്രില്ല് റെഡി. പക്ഷേ ഇതിൻ്റെ ശരിക്കും അപ്പോൾ അകത്തേക്ക് ഒരു ഹോള് പോലെയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കുക. കാരണം നമുക്ക് AC-യുടെ ആ ഒരു ഹോള് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇങ്ങനെ ഒരു സാധനം. എന്നിട്ട് അതിനെ അതേക്ക് അങ്ങ് പുള്ളി ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തെ കളർ ഈ പറഞ്ഞ പോലെ ഒരു ഡാർക്ക് അക്വലാക്കി കൊടുക്കുക. ഇരുട്ടായിട്ട് എന്ന രീതിയിൽ ഒന്ന് ഹൈഡ് ലാസ്റ്റ് അടിക്കുക. ഈ സാധനം ഒന്ന് അടിയുന്നൊരു ഇത്തിരി താത്തി വയ്ക്കുക. ഓക്കെ, നമ്മുടെ AC-യുടെ ഗ്രില്ലും എൻ്റെ പണിയും ഏതാണ്ട് ഓക്കെ ആയിട്ടുണ്ട്. ഓ, ഈ പറഞ്ഞ പോലെ ഇത് പുറകിൽ പോയല്ലേ ഞാൻ കാര്യമേ വിട്ടുപോയി. അവരുള്ളത് കുഴപ്പമില്ല, നമുക്ക് നേരെ അതിന് ഇപ്പുറത്തേക്ക് മൂവ് ചെയ്ത് വെച്ചാൽ മതി. ഇത്രത്തോളം മൂവ് ചെയ്യണം നമുക്ക്. ഏതാണ്ട് നമ്മളിതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഇമേജിലിരിക്കണം അല്ലേ. അതും കഴിഞ്ഞിട്ടായിരിക്കണം. ഇത്തിരി ഫ്രണ്ടിലേക്ക് വരട്ടെ. ഇങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. നമ്മളിപ്പോൾ ചെയ്ത പരിപാടിക്ക് ഒന്നും കൂടി റിപ്പീറ്റ് എന്ന രീതിയിൽ ആവുന്നുണ്ട്. അതായത് ഈ കോവടക്കം നമ്മളിങ്ങനെ നീക്കണം. അപ്പോൾ കോവിനെങ്ങ് നീക്കി ഇവിടെ വയ്ക്കുക. നമ്മുടെ AC-ൻ്റെ കട്ടിങ് അതെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക്, ഇതെടുത്ത് അതിൻ്റെ അടിക്ക്. വേണമെങ്കിൽ ഇതിനെ വലിച്ചിട്ട് കുറച്ച് അടുത്ത് കൊണ്ട് നോക്കി, കാരണം ബ്ലാക്ക് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആ പരിപാടി
ഫിനിഷ് ആയിട്ടുണ്ട് അല്ലേ. പിന്നെ എന്ത് ലൈറ്റാണ് ഉള്ളത്? 2 കോബ് ലൈറ്റ് ഇരിപ്പുണ്ട് ഇതിൽ അല്ലേ. ഞാൻ ജസ്റ്റ് സീലിങ്ങിലേക്ക് പോവാം. ഇവിടെ സെൻട്രലായിട്ട് 2 കോബ് ലൈറ്റ് കാണിക്കാവുന്ന ഭാഗത്തിന് ഇവിടെ ലൈൻ ഞാൻ ജസ്റ്റ് വരയ്ക്കാം റെഫറൻസിന് വേണ്ടി. ഞാൻ കോബ് ലൈറ്റ് നമുക്ക് മിക്കവാറും ഉണ്ടാവും. കോബ് ലൈറ്റ് കാണേണ്ടതാണ്. ഒരു MB ഒക്കെ ഉണ്ട് ഫയലിൽ. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ആ ഒരു കോബ് ലൈറ്റ് വന്നിട്ടുണ്ട്. വെറും ഡീറ്റെയിൽഡ് ആണെന്നാവോ? വലിയ ഡീറ്റെയിൽ ഒന്നും ഇല്ലാത്തൊരു ലൈറ്റ് ആണല്ലേ. നമുക്ക് തൽക്കാലത്തേക്ക് ഇത് മതിയാവും. ഇതിനടുത്ത് നേരെ റൊട്ടേറ്റ് ചെയ്ത് ഉപയോഗിക്കാം. മൂവ് ചെയ്യുക, ഇങ്ങോട്ട് മൂവ് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. ടോപ്പ് നേരെ അഡ്ജസ്റ്റ് ചെയ്ത് സീലിങ്ങിലേക്ക് അടിക്കുക. നേരെ ഈ ഒരു ലൈനിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക. എന്നിട്ട് ഇതിനെ അപ്പുറം ഇപ്പുറമായിട്ട് ഇങ്ങനെ ഇരിക്കുക രണ്ടായിട്ട്. ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ആ ഒരു സെറ്റപ്പ് ഇരിക്കണം. കുറച്ചുകൂടെ അടുത്താണ്. ഇങ്ങോട്ട് നീക്കുക, ഇതിനെ ഇങ്ങോട്ട് നീക്കുക. ഈ ഒരു രീതിക്കാണ് ആയിരിക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ ആ പരിപാടി റെഡി. നമുക്ക് ഇനി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ റെൻഡർ ചെയ്യുമ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. വേറെ റൂമിൽ വേറെ ഒന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി റെൻഡറിങ് പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് പിന്നെ കളറൊക്കെ കൊടുത്തതൊന്ന് ഒപ്പിക്കാൻ നോക്കാം. എന്തെങ്കിലും മിസ്സിങ് ആയിട്ടുണ്ടോ? നമുക്ക് ഇവിടെ ശരിക്കും കളർ കൊടുത്തിട്ടില്ല. നമുക്ക് ഇത് തന്നെ വാർഡ്രോബിന് വേണമെങ്കിൽ കാണുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു കളർ തന്നെ കൊടുക്കാം. പക്ഷെ ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ഷെയ്ഡ് ഞാൻ കൊടുക്കുവാണ് അകത്ത്. ഓക്കെ, വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അതെ അല്ലേ? അതെ, മതി. നമുക്ക് ഇനി റെൻഡറിങ് സീനിലേക്ക് കിടക്കാം. എക്സ്റ്റൻഷനിൽ പോവാ, D5 ലൈസിങ് നേരെ കണക്ട് ടു D5 ഉണ്ട്. ഒരു ന്യൂ പ്രൊജക്റ്റ് ആയിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യാം. ഒരു ന്യൂ പ്രൊജക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാം കേട്ടോ. സാധനം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫ്ലൈ മോഡിലേക്ക് ആയി തന്നെ പോവാം. എനിക്ക് മൂവ് ചെയ്യാൻ പാകത്തിന് വേണ്ടിയാണ്. ഇവിടെ കർട്ടൻ്റെ ഹോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, അവിടെ അടഞ്ഞിരിക്കുകയാണ്. മറ്റേ സൈഡിലും എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഓക്കെ അടഞ്ഞിരിക്കുക, പ്രശ്നമില്ല. ലൈറ്റ് കയറാൻ പാടില്ല. അതാ അതിന് ഫയൽ ഒന്ന് സേവ് ചെയ്യണം കേട്ടോ. മാക്സിമം ലൈറ്റ് അകത്തേക്ക് എത്തണം. ഒറ്റൊരു വിൻഡോയേ ഉള്ളൂ നമുക്ക്, അപ്പോൾ അതേ ചെയ്യാനുള്ളൂ. പിന്നെ നമുക്ക് നേരെ അകത്ത് കിടക്കാം. നമ്മൾ റൂമിൻ്റെ അകത്ത് കയറിയിട്ട് അതിന് തന്നെ ഈ കർട്ടന് നമ്മൾ ക്ലോത്ത് ആക്കണം. ക്ലിക്ക് ചെയ്യുക, ടെംപ്ലേറ്റിൽ പോയിട്ട് ക്ലോത്ത്. ഈ കർട്ടൻ ക്ലിക്ക് ചെയ്യുക, ടെംപ്ലേറ്റിൽ പോയിട്ട് ക്ലോത്ത്. ഓക്കെ, 2 കർട്ടനും ക്ലോത്ത് ആയിട്ടുണ്ട്. കഴിഞ്ഞില്ലേ? അപ്പോൾ നമ്മൾ ടൈൽ ഇടാൻ മറന്നു അല്ലേ? പറഞ്ഞ പോലെ ഫ്ലോറിൽ ഒരു കാര്യം എന്തൊരു ഇഷ്യൂ ഉണ്ട്. അതുപോലെ തന്നെ അത് ക്ലിയർ ചെയ്യാനുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മോഡലിൽ പോയി നോക്കാം. എനിക്ക് ആദ്യം സംശയമുണ്ട്, ഞാൻ വാർഡ്രോബ് ഇറങ്ങിയിരിക്കുക. അത് തന്നെ സംഭവം. നമ്മുടെ ഈ ഒരു ഫ്ലോർ നമുക്കൊന്ന് താഴ്ത്തി കൊടുത്താൽ കാര്യം റെഡിയാവുമെന്ന് തോന്നുന്നു. അതെ, കുറച്ചധികം ഇറങ്ങിയിരിക്കാനല്ലേ. നമുക്കൊരു വാർഡ്രോബ് തന്നെ പൊക്കാം. പൊക്കി നേരെ ഇവിടേക്ക് വയ്ക്കാം. അയ്യോ കേട്ടോ, ഇത്ര വ്യത്യാസമുണ്ട്. കുഴപ്പമില്ല, ഷട്ടേഴ്സ് മാത്രം നമുക്കൊന്ന് വലിച്ച് സ്കെയിൽ കൊടുത്താൽ മതി താഴേക്ക്. ഇനിയിപ്പോൾ നമുക്ക് അതേ ഉള്ളൂ വഴി. നേരെ ആ ഒരു പോയിന്റിൽ ഒരു 5 സെൻറ്റിമീറ്ററിൻ്റെ ഉണ്ടല്ലോ, ആ ഒരു പോയിന്റിൽ കൊണ്ടുവയ്ക്കാം. അപ്പോൾ അത് റെഡി. വേറെ ടൈൽ കൊടുക്കണം അല്ലേ? ടൈൽ ഇടാനായിട്ട് നമുക്ക് ശരിക്കും ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, ഫ്ലോർ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ. ഒറ്റയടിക്ക് നമുക്ക് ടൈൽ ഇടാം. പക്ഷെ എനിക്ക് ഇതിനകത്ത് നമുക്ക് കിടക്കുന്നത് വുഡൻ പാനലിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഒന്നും ചെയ്യണ്ട. ഈ നേരെ ഫ്ലോറിന് നമുക്ക് വുഡൻ പാനലിംഗ് കൊടുത്ത് D5 നമുക്ക് പാനൽ ചെയ്യാം. അതായിരിക്കും നല്ലത്. വേറെ ടൈൽസ് ഇവിടെ സ്കർട്ടിങ് ഓർഡർ ഉണ്ട്, നമുക്ക് ഇവിടെ കാണാൻ പറ്റും ടൈൽ സ്കർട്ടിങ് പോണത്. അപ്പം അതും ഒന്ന് സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഞാനൊന്ന് എന്താ പറയുക, ഒരു 5 സെൻറ്റിമീറ്റർ പൊക്ക, 1 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് വലിക്കുക. ഡിസൈൻ വുഡൻ ഫ്ലോറിങ് എടുത്തിട്ട് ഇവിടെ ഇട്ട് കൊടുക്കുക. അത് തന്നെ. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഒന്നും കൂടി സിങ്ക് കൊടുക്കുക. ഓക്കെ, സീലിംഗ് ഇല്ല, സീലിംഗ് ഇടാൻ മറന്നുപോയി. നേരെ അൺഹൈഡ് ഓൾ എക്സ്റ്റൻഷൻസിൽ പോയിട്ട് ഒന്നും കൂടി സിങ്ക്. ഞാൻ ലൈവ് സിങ്ക് ഓഫ് ചെയ്തിട്ടേക്കാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ D5 കാര്യം
ഓക്കെ, നമുക്ക് കോബ് ലൈറ്റ് ഉണ്ട്, AC വെൻസ് എല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഏറ്റവും ആദ്യമായിട്ട് ഞാൻ ഒന്നും കൂടി ചെക്ക് ചെയ്യട്ടെ. ഇവിടെ വുഡിനൊരു ലൈറ്റ് ഷെയ്ഡാണ്. നമ്മുടെ വുഡ് ഇങ്ങനെ ഒരു കളറായിട്ട് നമുക്ക് ജസ്റ്റ് അസറ്റ് ലൈബ്രറിയിൽ പോയി നമുക്ക് താഴെ വുഡിൽ പോയി കഴിഞ്ഞാൽ പലതരം വുഡ് കാണാം. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ആ ഒരു ഗ്രേ ഷെയ്ഡിലേക്ക് കൊണ്ടുവരാം. നമുക്ക് ജസ്റ്റ് ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽ മാത്രം ഉപയോഗിക്കാം. മാക്സിമം ഫ്രീ വെർഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇതിൽ ഈ ഒരു വുഡ് ആലിൻ മൗണ്ടൻ എന്ന് പറഞ്ഞുള്ള ഒരു വുഡ് എടുക്കുക, ഇതിലേക്ക് ഇടുക, നേരെ റൊട്ടേറ്റ് ചെയ്യണം 90 ഡിഗ്രി. എന്നിട്ട് അതിനെ സ്ട്രെച്ച് ചെയ്യുക ഒരു 0.1 വിട്ടിൽ 0.5. ഓ, വല്ലാത്ത വുഡാണല്ലോ, ഭയങ്കര ഗ്രെയിൻസ് ഉള്ള വുഡ് അല്ലേ. നമുക്ക് അതിന് ഇത്ര ആവശ്യമില്ല, ഇതിന് അധികം ഗ്രെയിൻസ് ഒന്നും ഇല്ലാത്ത സാധനം. വേറെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ചെറി ഫ്രീ വെർഷനിലുള്ള കേട്ടോ ഇതൊക്കെ. ചെറി എടുക്കാം. പിന്നെ ഈ ക്രീമി വൈറ്റ് നമുക്ക് ഇട്ട് നോക്കാം. കളർ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാവും. ക്രീമി വൈറ്റ് ഒന്ന് ഇട്ട് നോക്കാം നമുക്ക്. അതിനെ ഇതുപോലെ ഗ്രെയിൻ 90 ഡിഗ്രി ആക്കി തിരിച്ചു കൊടുക്കുക. ഇതും ഇത് പറഞ്ഞ പോലെ ഒരു സെറ്റ് ആവുന്നില്ലല്ലോ. ആ, വലിയ പ്രശ്നമില്ല. അല്ല, ഇതിൻ്റെ കളറ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ കർട്ടൻ ഗ്യാപ്പിന് എന്തൊരു ഇഷ്യൂ ഉണ്ടല്ലോ ഇവിടെ, ഒരു പാനലിങ് നിൽക്കണേ അല്ലേ. നമുക്ക് അവിടെ കർട്ടൻ ഇല്ലാത്തതിൻ്റെ കുഴപ്പം. കുഴപ്പമില്ല, നമ്മൾ റെൻഡറിൽ കാണില്ല അതൊന്നും. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ വിടാം. എനിക്കിവിടെ ഈ ഒരു വുഡിൻ്റെ കളറിനെ ഒന്ന് മാറ്റിയെടുക്കാം. കുറച്ചൊന്ന് ഡാർക്ക്, കുറച്ച് റെഡിഷ് കളറിലേക്ക് അല്ലേ, ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്കത് ഓക്കെ, ഏതാണ്ട് ആ ഒരു സൈഡ്, എന്നാലും ഒരു ചെറിയ മഞ്ഞപ്പുണ്ട്. ഈ ഒരു സൈഡാണ് നമുക്ക് ഇരിക്കുന്നത്. പിന്നെ ഇത് ഇരിക്കും ലൈറ്റ് കളറാണ്, അപ്പോൾ അതിനെ ഈ ഒരു ലൈറ്റ് ഇതിലേക്ക് തന്നെ കൊണ്ടുപോകാം. ഓക്കെ, അത് രണ്ടും. ഇതിനെ നമുക്കൊന്നും എഡിറ്റ് ചെയ്യാൻ നമുക്ക് പിന്നെ എഡിറ്റ് ചെയ്യാം. നമുക്കിവിടെ ലൈറ്റ് ഉണ്ട്, ലൈറ്റ് ഞാൻ ഓണാക്കി കാണിച്ചു തരാം. നേരെ മിസ് ചെയ്യും, ഇൻറ്റൻസിറ്റി കൂട്ടുക, ടെമ്പറേച്ചർ നേരെ മഞ്ഞ കളറിലേക്കാക്കുക. നമുക്ക് ഇതിൽ ഇതെല്ലാം മഞ്ഞ അടിച്ചിരിക്കുക കണ്ട, അങ്ങനെ തന്നെ നമുക്കിവിടെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് വാർഡ്രോബിനകത്തുള്ള ലൈറ്റ് നമ്മൾ നേരെ ഇതിനെടുക്കുക, ക്ലിക്ക് ചെയ്യുക, ഐ ഞെക്കിയിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. MC ഓൺ ആകെ ഇൻറ്റൻസിറ്റി കൂടി ടെമ്പറേച്ചർ നല്ല മഞ്ഞ കളറിലേക്ക് മാറി കൊടുക്കുക. നമുക്കത് ജ്വലിച്ച് നിൽക്കുന്നില്ല എന്നുള്ളൊരു കാരണം എന്താ വെച്ചാൽ ഈ ഗ്ലാസ് നോർമൽ ഗ്ലാസ് അല്ല. നമുക്കപ്പോൾ നേരത്തെ ഇട്ട നോർമൽ ഗ്ലാസ് എടുക്കണം, നേരെ വാർഡ്രോബിലേക്ക് ഇട്ട് കൊടുക്കുക. കേട്ടോ, ഇപ്പോൾ നമ്മുടെ അതിനകത്തുള്ള ലൈറ്റ് കാണാം. ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് അതുപോലെ ഒന്നും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലോ വരും. കണ്ടില്ലേ, അപ്പം അതിനകത്ത് ലൈറ്റ് അതും റെഡി. പിന്നെ എന്താ ഉള്ളത് നമുക്ക് ഇനി ചെയ്യാനുള്ളത്, പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഫ്ലോറിംഗ് ഉണ്ട്. ഫ്ലോർ ഇതൊരു വുഡൻ ഫ്ലോറിംഗ് ആണ്, കുറച്ച് ഗ്രേഷ് ഷെയ്ഡ് ആണ് കിടക്കുന്നത്. നമുക്കത് ഈ ഫയലിലേക്ക് വരാം. ഇവിടെ നമ്മൾ ഒരു കളർ ഇട്ട് കൊടുത്തിട്ടുണ്ടായി നേരത്തെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് വുഡ് ഫ്ലോറിങ്ങിലേക്ക് പോയി നോക്കാം. അവിടെയും ഫ്രീ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ട്. ഇതിപ്പോൾ കുറച്ചൊന്നും ഫ്രീ ആണ്. ഈ ഒരു ഷെയ്ഡാണ് ഏതായാലും നമുക്ക് നമ്മുടെ ഷോർട്ടിൽ കിടക്കുന്നത് പിൻട്രസ്റ്റിൽ. ഇത് ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയലാണ്, ഞാൻ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ ഇത് ഭയങ്കരമായിട്ട് സ്ട്രെച്ചായി കിടക്കുകയാണ്. നമുക്ക് ജസ്റ്റ് അതിനെ ഒന്ന് ആദ്യം തന്നെ റൊട്ടേറ്റ് ചെയ്യുക, അങ്ങനെ ആവണം. പിന്നെ ജസ്റ്റ് ഒന്ന് 2 വല്ലതൊക്കെ ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിനെ ഒന്ന് ചെറിയൊരു കുറച്ച് ഡാർക്ക് അല്ലേ, നമുക്കൊരു ഗ്രേ കളർ ഷെയ്ഡിലേക്ക് വരണം ഇതിനെ. അപ്പോൾ ഞാൻ ബേസ് കളർ മാപ്പിലേക്ക് പോയിട്ട് അതിൻ്റെ സാച്ചുറേഷൻ ഞാൻ കുറയ്ക്കുക, കാരണം അപ്പോൾ ഒരു ഗ്രേയിലേക്ക് മാറും കേട്ടോ. ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സാച്ചുറേഷൻ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളൊരു കളറാകും. നമുക്ക് ഇതിൽ കണ്ടോ ഭയങ്കരമായിട്ടുള്ള ലൈറ്റ് ഒരു ഗ്രേ, ഏതാണ്ട് ഒരു ഗ്രേ ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് നോക്കാം. പിന്നെ ഇത്രയും വീതി വേണ്ട, കുറച്ചുകൂടി വീതി കുറയ്ക്കാം. നമുക്ക് എക്സ് ആക്സിൽ 1 ആക്കി കൊടുക്കാം. എക്സിൽ 1 ആക്കിയിട്ട് കാര്യമില്ല, Y ആക്സിൽ 1 ആക്കിയാൽ ഓക്കെ, കണ്ട വീതി കൂടി. ഓക്കെ, അപ്പോൾ അതും ഏതാണ്ട് റെഡി. ഇനി നമുക്ക് ഇതിനകത്ത് ഇനി നമുക്ക് പില്ലോൻ്റെ കളറൊക്കെ വേണമെങ്കിൽ സെയിം തന്നെ വെക്കാം, പക്ഷേ ഇതിപ്പോൾ വലിയ കുഴപ്പമില്ല. ഇത്
ഇത് ഒറ്റ കളറായി കിടക്കുവാണ്. നമുക്ക് വേണമെങ്കിൽ സ്കെച്ചപ്പിൽ അതൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ രണ്ടിനെ നമുക്ക് രണ്ട് കളറാക്കാം. ഈ ബാക്കിലെ ബോർഡിനെ മാത്രം ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു ലെറ്റ്സ് സേ ഈ ഒരു വുഡ് കളർ ഞാൻ കൊടുക്കുവാണ്. ഒന്ന് ഞാൻ സിങ്ക് ചെയ്യാം. ഒന്നുമില്ല, എനിക്കത് പിന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാ. ഓക്കെ, അപ്പോൾ ആ ഒരു കളർ ഞാൻ ജസ്റ്റ് എന്നിട്ട് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് പില്ലോൻ്റെ കളർ തന്നെയാണ് ബാക്കിലുള്ളത്. ഞാൻ ജസ്റ്റ് ഈ പില്ലോൻ്റെ ഒരു കളർ എടുത്ത് പിക്ക് ചെയ്ത് ഞാൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ മെറ്റീരിയൽ എല്ലാം ക്ലോത്ത് ആക്കണം. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നേരെ ക്ലോത്ത് ടെംപ്ലേറ്റ് ക്ലോത്ത് ആക്കുക. റഫ്നെസ് ഫുൾ കൂട്ടി കൊടുക്കുക, തിളക്കൊന്നും വേണ്ട. മെറ്റാലിക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഒരു 67 ഇടയിൽ വയ്ക്കാം. സെയിം പരിപാടി റിപ്പീറ്റ് ചെയ്യണം എല്ലാ ക്ലോത്തിനും. റഫ്നെസ് കൂട്ടുക, മെറ്റാലിക് 60-70 തന്നെ സെയിം റിപ്പീറ്റ്. ക്ലോത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി ചേഞ്ച് അങ്ങനെയാണ് വരുന്നത്. കളർ ഞാൻ തൽക്കാലം ചേഞ്ച് ചെയ്യുന്നില്ല, എനിക്ക് ഈ ഒരു കളർ ചേരുന്നതായിട്ട് തോന്നുന്നുണ്ട്. നമ്മളെ മോഡലിൽ തന്നെ പുറത്തുനിന്ന് എടുത്തൊരു മോഡലാണല്ലോ, അതിന് അതിൻ്റെതായൊരു ക്വാളിറ്റി ഉണ്ട്. നമ്മളായിട്ട് എന്താ പറയുക, മോഡൽ ചെയ്യുമ്പോഴാണ് ഡീറ്റെയിൽ ഒക്കെ കുറവ് വരുന്നത്. നമ്മൾ ഈ സെയിം പരിപാടി റിപ്പീറ്റ് ചെയ്ത് തന്നെ കൊടുക്കാം കേട്ടോ. ക്ലോത്തിന് നമുക്ക് കൂടുതലൊന്നും മാനിപ്പുലേറ്റ് ചെയ്യാം. നമുക്ക് മാപ്പൊക്കെ ആണെങ്കിൽ മാപ്പൊക്കെ ഇട്ട് കൊടുക്കാം. മാപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് അതുപോലെ തന്നെ റഗ് ആണെങ്കിലും ക്ലോത്ത് ആക്കാം. റഫ്നെസ് ഫുൾ കൂട്ടിയിട്ട് മെറ്റാലിലേക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സാധനം പാവക്കുട്ടിനാണെങ്കിലും ക്ലോത്ത് ആക്കുക, അതുപോലെ മെറ്റാലിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സംഭവത്തിനെ ക്ലോത്ത് ആക്കിയിട്ട് മെറ്റാലിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു ഇത് ശരിക്കും വുഡനാണ്, കുഴപ്പമില്ല, അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇതിനകത്ത് ഇവിടെ ഒരു ബ്ലാക്ക് ഫ്രെയിം വരുന്നുണ്ട് ഷട്ടറിന്, അല്ലേ? ഇത് ബ്ലാക്ക് ശരിക്കും. ഞാൻ ജസ്റ്റ് എന്താ ചെയ്യുക, നമുക്ക് ഇവിടെ മെറ്റലിൽ പോയിട്ട് ബ്ലാക്ക് മെറ്റൽ എടുക്കുക. ഓക്കെ, ഇനി ഇതിനകത്തൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാനുണ്ട്. നമുക്ക് കുറച്ച് ഷർട്ടൊക്കെ തൂക്കി പരിപാടി ചെയ്യാം. ജസ്റ്റ് മോഡലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻഡോറിൽ അതിനകത്ത് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. വെറുതെ ക്ലോത്ത് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ പല സാധനങ്ങൾ വരും. ഷർട്ട് ഇതൊക്കെ പക്ഷേ പ്രൊഫഷണലുള്ള, നമുക്ക് അല്ലാത്ത ഫ്രീ ആയിട്ടുള്ളത് നമുക്ക് ഫിൽറ്റർ ചെയ്ത് ഫ്രീ ഫസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത്രയുള്ള ഫ്രീ ആയിട്ടുള്ള ഫ്രീ ഫസ്റ്റ് വന്നില്ല അല്ലേ? ഒന്ന് കാര്യം ചെയ്യാം, ക്ലോത്തിങ് ആൻഡ് ലഗേജിനകത്ത് ഇതെല്ലാം പ്രോയിലുള്ള. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്കെച്ചപ്പിൽ തന്നെ ക്ലോത്ത് ഒക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ട് കൊണ്ടുവരേണ്ടി വരും കേട്ടോ. നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടും ക്ലോത്തുകൾ കുറേ ഒരുപാട്. വേണമെങ്കിൽ തന്നെ ഈ ഒരു സൈറ്റിനകത്ത് ചിലപ്പോൾ കാണേണ്ടതാണ്. അതർ മോഡൽസ് എന്നുള്ളതിൽ ചിലപ്പോൾ ഉണ്ടാവും. ഡെക്കറേഷൻസിലുണ്ടോ? ഡെക്കോർ, അതെ, ക്ലോത്ത്സ് ആൻഡ് ഷൂസ് കണ്ടോ? ഇതിനകത്ത് കാണാണ് ഹാങ് ചെയ്യാൻ ക്ലോത്ത്സ് ഉണ്ട്, ഇവിടെ ഹാങ് ചെയ്യാനൊക്കെ ഉണ്ട്. കുറേ മാനക്വിൻസ് ആണ് കൂടുതലും കണ്ടത്. ഈ സെറ്റ് ഹാങ് ചെയ്യണം. ഇതൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് നമുക്ക് ക്ലോത്ത്സ് ആയിട്ട് യൂസ് ചെയ്യാം, നോക്കാൻ വേണ്ടിയായിട്ട്. ഇതിനകത്ത് അടക്കണൊക്കെ എടുക്കുക. അപ്പോൾ ഞാൻ ഫോർ സേക്ക് ഓഫ് റെൻഡറിങ് ഞാനിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊന്ന് എടുക്കുവാണ്. നമുക്ക് പുറത്ത് ഡൗൺലോഡ് ചെയ്യാനാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. കുറച്ച് ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് പെട്ടെന്നൊന്ന് ഈ ഒരു വാർഡ്രോബ് ഒന്ന് ഫില്ല് ചെയ്യാം. കാരണം വ്യൂവിൽ കാണുന്നതുകൊണ്ടാണ് ഫില്ല് ചെയ്യണേ. കുറച്ച് മടക്കി വെച്ചിരിക്കണൊക്കെ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വാർഡ്രോബ് ഞാനൊന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ ടോപ്പ് സെക്ഷൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, തൽക്കാലം ഞാൻ ഓപ്പൺ ആക്കി തന്നെ ഇടുവാണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ നേരെ ഒരു ഷോട്ട് എടുക്കുവാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി ബാക്കി നമുക്ക് വരുന്നത് ഇതിനകത്ത് നമ്മുടെ ഈ ഒരു ടേബിൾ, ഈ ഒരു സൈഡ് ടേബിളിൻ്റെ ഒരു കളറാണ്. ഇപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പിൻട്രസ്റ്റിൽ നമ്മുടെ ഈ ഒരു ബാക്കിലെ ഹെഡ് ബോർഡിൻ്റെ കളറും ഒരു വൈറ്റ് ഷെയ്ഡും വന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഈ ഒരു സാധനം ക്ലോത്ത് തന്നെ എടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം, ഫാബ്രിക് പോലെ. ഇതിന് ഈ വൈറ്റ് ഷെയ്ഡ് പിന്നെ കുഴപ്പമില്ല. ഓക്കെ, രണ്ടും അത് സെയിം ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു പാവക്കുട്ടിയും ബുക്കൊക്കെ ഇരിപ്പുണ്ട്. ഇത് തൽക്കാലം ബുക്കുണ്ട്, എന്തെങ്കിലും ഇതിൻ്റെ മുകളിൽ കൊണ്ടു വെച്ചാൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ആക്സറൈസിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വലിയ കാര്യമൊന്നും. ജസ്റ്റ് ഒരു സാധനം ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ റൂമിൻ്റെ മെറ്റീരിയലൊക്കെ ഇടുന്ന പരിപാടിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി
ഈ ഒരു വ്യൂ ആണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് സീലിംഗ് കൂടി ഒന്ന് നോക്കണം കേട്ടോ. സീലിംഗിൽ ലൈറ്റ്, നമുക്കിവിടെ ഒരു ഗോവ് ലൈറ്റ് ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഇതിനെ നമുക്ക് ലൈറ്റ് എമിസി ഓൺ ചെയ്യുക. ഇവിടെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇതിൽ ചെറിയൊരു വാം ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ ടെമ്പറേച്ചറിൽ ചെറിയൊരു വാം ഷെയ്ഡ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ലൈറ്റിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി ഇവനെ ഈ ഒരു ലൈറ്റ് നമുക്ക് വൈറ്റാണ് വേണ്ടത്. വൈറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ബൾബിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ട്രാൻസ്പെറൻറ്റ് വെള്ളമാക്കി കസ്റ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് എമിസി ഓൺ ചെയ്യുക, ഇൻറ്റൻസിറ്റി കൂട്ടുക. അപ്പോൾ അവിടെയും ലൈറ്റ് അടിക്കുന്ന ഒരു പ്രതീതി വന്നിട്ടുണ്ട്. കഴിഞ്ഞില്ലേ നമ്മളുടെ മോഡലിംഗ് പരവും റെൻഡറിങ് പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഷോട്ട് എടുത്തിട്ട് ലൈറ്റ് ഒന്ന് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് ഞാൻ ഒരു സെക്ഷൻ പ്ലെയിൻ എടുക്കുവാണ്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കും. എന്നിട്ട് നേരെ ബാക്കിലേക്ക് ഇങ്ങനെ വലിക്കും. ഓക്കെ, ഇതാണ് നമ്മളുടെ ആ ഒരു ഷോട്ട്. നമ്മളിപ്പോൾ അതിൽ കാണുന്നത് പോലെ നമുക്ക് ജസ്റ്റ് ഈ ഒരു വാർഡ്രോബിൻ്റെ ഈ ഒരു എൻഡ് നമുക്ക് ക്യാമറയിൽ പോയി 2 പെർസ്പെക്റ്റീവ് ഒന്ന് ഓണാക്കുക, പാരലൽസ് ഒക്കെ സെറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് നമ്മുടെ ഷോട്ട് എന്ന് പറയുന്നത്. ഇതിൽ ഇൻട്രസ്റ്റും ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് കളേഴ്സിൻ്റെ ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ ഈ മഞ്ഞ കളറൊക്കെ ഒന്ന് നമുക്ക് ഡിമ്മാക്കി കൊടുക്കാം ഇൻറ്റൻസിറ്റിയിൽ. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. നമ്മൾ ഇനി ഷോട്ട് എടുക്കാൻ പാകത്തിന്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഷോട്ടാണ്. നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത്. ഞാനിപ്പോൾ ലൈറ്റിംഗ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നോർമലി അല്ലാണ്ട് തന്നെ ഭംഗിയുണ്ട്. ഞാൻ സീൻ ആഡ് ചെയ്യാം. ഇനി ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എൻവയോൺമെൻറ്റിൽ പോയിട്ട് കസ്റ്റം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആൾട്ടിറ്റ്യൂഡ് നേരെ ഒരു 20-30 ഇടയിലേക്ക് വെക്കുക. അസിമുത്ത് റൊട്ടേറ്റ് ചെയ്ത് വിൻഡോവിൻ്റെ അതിലെ കറക്റ്റ് ലൈറ്റ് അകത്തേക്ക് എത്തുന്ന പോലെ സെറ്റ് ചെയ്യുക. കണ്ടോ? നമുക്ക് ബെഡിലേക്ക് അടിക്കാൻ പാടില്ല, വേറെ എവിടേക്കെങ്കിലും അടിച്ചു കൊടുക്കുന്ന രീതിയിൽ. കണ്ടോ? ഇങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഒന്നും കൂടി സീൻ ലൈറ്റപ്പ് ആയി പ്രോപ്പർലി. ഈ സൺ ഇൻറ്റൻസിറ്റി വേണമെങ്കിൽ നമുക്കിങ്ങനെ ഫുൾ കൂട്ടി കൊടുക്കാം, മൊത്തത്തിൽ കൂടുമല്ലോ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് അസറ്റിൽ പോയിട്ട് മെറ്റീരിയലിൽ പോയിട്ട് വാൾ പെയിൻ്റ് ഉണ്ട്. ഈ വാൾ പെയിൻറ് വൈറ്റ് ഉണ്ടാവും. ഈ വൈറ്റ് വാൾ പെയിൻ്റ് എടുത്ത് നമ്മൾ നമ്മുടെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഇതിനിട്ട് കൊടുക്കുക. അതായത് നമ്മുടെ വാൾസ് ഉണ്ടല്ലോ, വാൾസിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി ഡിം ആവും മൊത്തത്തിൽ. കാരണം ഈ വാൾ പെയിൻ ഒരു ചെറിയൊരു ടെക്സ്ചർ ഉണ്ട്, ഒന്ന് ഡിം ആവും. ഓക്കെ, കണ്ടില്ലേ? ഇപ്പം എനിക്ക് എൻ്റെ സീലിംഗ് കാണുന്നില്ല അല്ലേ? ഞാൻ കുറച്ച് വൈഡ് ആക്കാം ഷോട്ട്. സീലിംഗ് ലൈറ്റ് ശരിക്കും ഇറങ്ങിയായിരിക്കേണ്ടിരുന്നത്. കുഴപ്പമില്ല, ഇങ്ങനെ ഒരു ഷോട്ട് എടുക്കാം. വേണ്ട അല്ലേ? ഇത് ഭയങ്കര വൃത്തിയാണ്. കുഴപ്പമില്ല, നമുക്ക് പോർട്ട്ഫോളിയോയ്ക്ക് വേണ്ടി ഇത്രയും സെറ്റപ്പ് കിട്ടിയാൽ മതി. ഒരു വൈഡ് ആയിട്ട് ഈ രീതിയിൽ ഓക്കെ സെറ്റ് ചെയ്യാം. ഒന്നും കൂടി ഞാൻ ഇതേ ഷോട്ട് ഒന്നും കൂടി ആഡ് ചെയ്യും. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ആദ്യത്തെ സീൻ. കുറച്ച് ഇരുട്ടാണ്, കുറച്ച് വാമുമാണ്. ഞാനിപ്പോൾ ഒന്ന് കസ്റ്റമായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഈ രീതിയിലേക്ക് കിട്ടി. എനിക്ക് ഈ ഒരു വിൻഡോൻ്റെ ബ്ലൂം എഫക്റ്റ് വേണമെങ്കിൽ ഈ എഫക്റ്റിൽ പോയിട്ട് ബ്ലൂം 0 ആയി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, അവിടെ ഒരു തിളക്കം പോയി കിട്ടും. ഞാൻ ഒന്നുകൂടി സീൻ അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് ഈ ഷോട്ട് വേണമെങ്കിൽ നമുക്ക് റെൻഡർ ചെയ്ത് നോക്കാം. ഞാൻ നേരെ 4K ഇടുവാണ്, എന്നിട്ട് റെൻഡർ എടുക്കുക. അപ്പോൾ നമ്മളുടെ റെൻഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ പോർട്ട്ഫോളിയോ പിൻ ടു പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന സീരീസിലെ ഫസ്റ്റ് മോഡലിംഗ് ആൻഡ് റെൻഡറിങ് സെഷനാണ്. ഇതിൽ നിങ്ങൾക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ലൈറ്റ് നല്ല വാമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്പീഡിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ആ സെറ്റിംഗ് ഒക്കെ പറഞ്ഞു പോയത്. നല്ല ഓവറോൾ ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതുപോലത്തെ സീരീസ് ആയിരിക്കും ഇനി പോകുന്നത്. സ്കെച്ചപ്പിൽ മോഡൽ ചെയ്യുക, ഡിഫൈൽ റെൻഡർ ചെയ്യുക എന്നുള്ള പരിപാടി. ഇതിൽ തന്നെ ഞാൻ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഷട്ടറിൻ്റെ ലൈൻസ് നമുക്ക് കാണുന്നില്ല, സെപ്പറേഷൻ കാണുന്നില്ല. അത് കാണണമെങ്കിൽ ഒരു ടെക്നിക്ക് ഉണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ സ്കെച്ചപ്പിൽ പോയിട്ട് നമ്മൾ മോഡൽ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ റെൻഡറിങ് മനസ്സിൽ വെച്ച് മോഡൽ ചെയ്യണം. നമ്മളിപ്പോൾ ലൈറ്റൊക്കെ കൊടുത്തപ്പോൾ അതുപോലെ കളർ ഇട്ടുമ്പോൾ പോയില്ല. അതുപോലെ ഷട്ടർ നമ്മൾ കളർ കൊടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഷട്ടറിൻ്റെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ഗ്യാപ്പിൽ നിങ്ങളൊരു സെപ്പറേറ്റ് ഡാർക്ക് കളർ കൊടുക്കുക. അത്രേ ഉള്ളൂ. ഭയങ്കര എളുപ്പ പരിപാടിയാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു ജസ്റ്റ് ഒരു ഗ്രേ ബ്ലാക്ക് വന്ന് ബ്ലാക്ക് ഇടാം. ഈ ബ്ലാക്ക് എടുത്തിട്ട് ഈ രണ്ട് സൈഡിലും കൊടുക്കുക. അതുപോലെ ഇപ്പുറത്തുണ്ടല്ലോ ഇവിടെയും കൊടുക്കുക. ഇവിടെയല്ല, ഇവിടെ കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ഷട്ടറിൻ്റെ ആ ഒരു സൈഡ് ഉണ്ടല്ലോ എഡ്ജ് അവിടെ കൊടുക്കുക.
കണ്ടില്ലേ, നമുക്ക് വേണമെങ്കിൽ ടോപ്പും ബോട്ടം വേണമെങ്കിൽ കൊടുക്കാം. ജസ്റ്റ് ചെയ്യുന്നില്ല, ഒന്ന് ഞാൻ കാണിച്ചു തരാം. ആ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. കണ്ടിപ്പോൾ ഈ ലൈൻ ഡിഫൈൻഡ് ആയി, അത്രേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ അതിനെ ഇനി ഒന്ന് ഇവിടെ പോയി ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ മാക്സിമം ബ്ലാക്ക് ഒക്കെ കല്ലിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. റഫ്നെസ് ഫുള്ള് കൂട്ടിയൊക്കെ കൊടുക്കുക. അപ്പോൾ ആ ഒരു എഡ്ജ് നല്ലോണം അറിയും. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി റീറെൻഡർ എടുത്തിട്ട് നമുക്ക് നോക്കാം ഈ എഡ്ജ് ഒന്നുകൂടി കാണുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നും കൂടി റീറെൻഡർ എടുത്തിട്ട് നമുക്കുണ്ടാവും. ഇപ്പോൾ ആ ലൈൻ ഡിഫൈൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം. നേരത്തെ അങ്ങനെയല്ല, നമ്മൾ സൂം ചെയ്താലും മര്യാദ കാണുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് നോട്ടത്തിൽ വരാത്തൊരു സാധനമാണ് ലൈൻ. നമ്മളത് മാറ്റിയെടുത്തിട്ടുണ്ട്. ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ, പക്ഷേ മിനിമൽ ഡീറ്റെയിലൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും നമ്മൾ റെൻഡർ എടുക്കുമ്പോൾ. അത് ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ ഒരു ഫസ്റ്റ് സാധനം, നമ്മൾ ഈ ഒരു ഇൻസ്പിറേഷൻ ഇതായിരുന്നു. നമ്മളതിൽ നിന്ന് ഈ ഒരു മോഡൽ റെഡിയാക്കി റെൻഡർ എടുത്തെടുത്തു. ഒരു പോർട്ട്ഫോളിയോ വൃത്തിയായിട്ടുള്ള ഒരു മോഡൽ മോഡലല്ല, ഒരു ഷോർട്ട് നമ്മൾ എടുത്തിട്ടുള്ളൂ ബേസിക്കലി. ഇതിൻ്റെ അപ്പുറത്തേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ വൃത്തിയായിരിക്കും. പക്ഷേ ഈ ഒരു വ്യൂ ആണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചത്. നമ്മളത് നേടിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ പിൻ ടു പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന സീരീസിലെ ഫസ്റ്റത്തെ ഒരു റെൻഡറിങ് ആണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, കമൻറ്റിലൊക്കെ ഇടുക, നമുക്ക് ഡിസ്കസ് ചെയ്തൊക്കെ പോവാം. ഓക്കെ, ബൈ.